നിന്റെ ചിന്ത മഹത്തരം. പ്രതിബന്ധങ്ങൾ തരണം ചെയ്തു വേണം മുന്നോട്ട് നീങ്ങാൻ. പുറപ്പെടേണ്ടത് എപ്പോൾ? നാളെ സൂര്യോദയത്തോടെ രാഹുകാലം കഴിയും. ഉദിച്ച ശേഷം ഇറങ്ങിക്കൊള്ളൂ. ചന്തു മുഖം കുനിച്ച് കാരണവരെ വണങ്ങി. മുഖം ഉയർത്തിയപ്പോൾ ശംഭു മൂപ്പിൽ നായർ അപ്രത്യക്ഷമായിരുന്നു. ഉമ്മറത്ത് രാമനാമ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പിൽ നായർ. ചന്തു ഉമ്മറവാതിലോളം ചെന്നു. അയാളെ മുഖത്തോട് മുഖം നോക്കാൻ മനസ്സ് അനുവദിച്ചില്ല. തിരിച്ചു പോന്നു. ചായയുമായി ദേവു എതിരെ വരുന്നു. മുഖത്തിനെന്താ ഒരു വല്ലായ്മ? അവൾ ചന്തുവിനെ സൂക്ഷിച്ചു നോക്കി. പ്രപഞ്ചോപാസന അവസാനിച്ചു. തുടങ്ങാനിരിക്കുന്നത് കഠിന ദൗത്യം. ദേവു നീട്ടിയ ചായ വാങ്ങിക്കുടിച്ചു. ഉത്കണ്ഠപ്പെടുന്നത് എന്തിന്? സകലത്തിന്റെയും അവസാനം കാണാനുള്ള തിടുക്കം കൊണ്ടായിരിക്കും. ഇനി കിള്ളിമംഗലം മലയ്ക്കുള്ളിൽ കയറണമെന്ന് മാടത്ത് തറവാട്ടിൽ മണ്ണടിഞ്ഞ മാതൃകയുടെ ഉപദേശം. കിള്ളിമംഗലം? ദേവുവിന്റെ കണ്ണുകളിൽ ഭയം, മുഖത്ത് അരുതാത്തത് കേട്ട ഭാവം. വേണ്ട, ചന്തോട്ടൻ അങ്ങോട്ട് പോകണ്ട. കിള്ളിമംഗലം മലയെക്കുറിച്ച് നിനക്ക് എന്തറിയും? ഞാൻ കേട്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങോട്ട് ചെല്ലുന്നവർ ആരും തിരിച്ചെത്താറില്ലത്രേ. എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ല. കേട്ടിട്ട് പേടിയാവണു. ചന്തു അവളെ മാറോടണച്ച് സാന്ത്വനിപ്പിച്ചു. ധർമ്മത്തിന് വേണ്ടിയുള്ള യാത്രയ്ക്കാണ് ഒരുങ്ങുന്നത്. തീർച്ചയായും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. മൂപ്പിൽ നായർ വരുന്നത് കണ്ട് ദേവു പെട്ടെന്ന് പിന്നോക്കം മാറി. 7-ാം പക്കത്തെ ഉപാസനയും കഴിഞ്ഞു അല്ലേ? ഉവ്, ചന്തു പറഞ്ഞു. പ്രാർത്ഥനയ്ക്കിടയിൽ വിശേഷമുണ്ടായി. ചന്തു ശംഭു മൂപ്പിൽ നായർ പ്രത്യക്ഷപ്പെട്ടതും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതും അറിയിച്ചു. എന്തുകൊണ്ട് ഇക്കാര്യം എന്നോട് പറഞ്ഞില്ല? മൂപ്പിൽ നായർ ശംഭുവിനെ തുറച്ചു നോക്കി. ഉമ്മറത്തേക്ക് വന്നപ്പോ നാമജപത്തിലായിരുന്നു. കഴിയട്ടെ എന്ന് കരുതി. നാളെ തന്നെ പുറപ്പെട്ടോളൂ. കിള്ളിമംഗലം മനുഷ്യ മനസ്സിൽ ഭീതി കോരിയിട്ട മലയല്ലേ അച്ഛാ? ദേവു അച്ഛന്റെ നേർക്ക് തിരിഞ്ഞു. അതെ, പക്ഷേ ആ മല കാത്തിരിക്കുന്നത് ചന്തുവിനെയാണ്. സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല. ദേവുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ചന്തുവിന് അന്നത്തെ രാത്രി ഉറക്കം വന്നില്ല. മനസ്സ് നിറയെ സംഘർഷമായിരുന്നു. രാവേറെ ചെന്നു. തുറന്നിട്ട ജനവാതിലേക്ക് നോക്കി കിടന്നു ചന്തു. ജനവാതിലിനും അപ്പുറം വിളക്ക് തെളിഞ്ഞു. ദേവുവിന്റെ മുഖം കണ്ടു. അവൾ ജനവാതിൽ കമ്പികളിൽ പിടിച്ച് ചന്തുവിനെ നോക്കി. ചന്തു ജനവാതിലിനടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. നീ ഇനിയും എന്തേ ഉറങ്ങാത്തത്? ചന്തു ചോദിച്ചു. ഉറങ്ങി. ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. ചന്തോട്ടന്റെ നാളത്തെ യാത്രയായിരുന്നു. മനസ്സ് നിറയെ. അരുതാത്ത ഭീതിയോടെ കിടന്നിട്ടാ? അല്ല, ഞാൻ കാണുന്ന സ്വപ്നം ഫലിക്കും. കണ്ടതാകട്ടെ. ദേവു ബാക്കി പറയാനാകാതെ വിങ്ങിപ്പൊട്ടി. ചന്തു അവളുടെ കൈ പിടിച്ചു. കേൾക്കട്ടെ, എന്താ കണ്ടേ? ചന്തോട്ടനെ ജീവനോടെ കഴുകന്മാർ കുത്തി വലിക്കുന്നത്. ദേവു പൊട്ടിക്കരഞ്ഞു. അങ്ങനെയാണ് ജാതകവിധിയെങ്കിൽ മാറ്റി എഴുതാൻ നമുക്ക് പറ്റുമോ കുട്ടി? ചന്തു വികാരഭരിതനായി. ചന്തോട്ടിന് വല്ലതും സംഭവിച്ച പിന്നെ ജീവിച്ചിരിക്കില്ല ഞാൻ. കരയാതിരിക്ക്, നിന്റെ അച്ഛൻ ഉണരും. നിയന്ത്രണം വിട്ട ദുഃഖത്തോടെ ദേവു മുഖം പൊത്തിക്കരഞ്ഞ് തിരിഞ്ഞു നടന്നു. കിഴക്ക് മിഴി തുറക്കുന്ന പ്രഭാതം. തറവാട്ടുകുളത്തിൽ ജലാഞ്ജലി ചെയ്ത് മുങ്ങി നിവർന്നു ചന്തു. തിരികെ നടക്കുമ്പോൾ എതിരെ വന്നു മൂപ്പിൽ നായർ. പുറപ്പെടുകയായി, ചന്തു പറഞ്ഞു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോവാണ്. കാത്തു നിൽക്കാം, തിരിച്ചെത്തും വരെ. മൂപ്പിൽ നായർ നടന്നു. ചന്തു മുറിയിൽ കയറി. കിള്ളിമംഗലത്തേക്ക് പുറപ്പെടുകയാണ്. തിരിച്ചെത്താൻ എത്ര നാൾ കഴിയുമെന്ന് അറിയില്ല. ചിലപ്പോൾ നേരത്തോട് നേരം മതിയാവും. വസ്ത്രങ്ങൾ എടുക്കണോ എന്ന് ശങ്കിച്ചു. ഊണും ഉറക്കവും ഇല്ലാത്ത യാത്രയാണ്. വസ്ത്രങ്ങളുടെ ഭാണ്ഡം ഒരു ഭാരമാവും. വേണ്ടെന്ന് തീരുമാനിച്ചു. ദേവു മുറിയിലേക്ക് കയറി വന്നു. സഹിക്കണില്ല, അവൾ വിങ്ങിപ്പൊട്ടി. നിന്റെ നിറഞ്ഞ സ്നേഹത്തിനു മുമ്പിൽ വാക്കുകൾക്ക് പരതേണ്ടി വരുന്നു. ചന്തു അവളുടെ കരതലങ്ങൾ കൂട്ടിപ്പിടിച്ച് പറഞ്ഞു. ചന്തോട്ടിന് വേണ്ടിയാണല്ലോ എന്റെ ജീവിതം.
വിരലിൽ നിന്നും മോതിരമൂരി ദേവുവിന്റെ കയ്യിൽ കൊടുത്തു. ഇതിരിക്കട്ടെ, ഞാൻ തിരിച്ചെത്തോളം നിന്റെ ആത്മധൈര്യത്തിന്, ചന്തു പറഞ്ഞു. മടങ്ങിയെത്തോളം ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കും ചന്തുവേട്ടനെ തുണയ്ക്കണേന്ന്. പതിവ്രതയുടെ പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ വില കൽപ്പിക്കാതിരിക്കില്ല. ചന്തു അവളുടെ നെറുകയിൽ ചുംബിച്ചു. ഉമ്മറത്തേക്ക് വന്ന ചന്തു അമ്പലത്തിൽ നിന്ന് മടങ്ങിയെത്തിയ മൂപ്പിൽ നായരെ കണ്ടു. അയാൾ അമ്പലത്തിലെ ചന്ദനം ചന്തുവിന്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. മച്ചിലെ ഭഗവതിയെ തൊഴുതിട്ട് വേണം ഇറങ്ങാൻ, മൂപ്പിൽ നായരുടെ ഉപദേശം. ചന്തു തല കുലുക്കി സമ്മതിച്ചു. അവർ അകത്തേക്ക് കടന്നു. മുറ്റത്ത് കിഴക്കു ഭാഗത്തെ പ്ലാവൻ കൊമ്പുകൾക്കിടയിൽ സൂര്യൻ എത്തി നോക്കി. സൂര്യബിംബത്തിന്റെ അരുണിമ മാഞ്ഞിട്ടില്ല. അകത്ത് തുറന്നിട്ട മച്ചിലേക്ക് നോക്കി ചന്തു പ്രാർത്ഥിച്ചു. അമ്മേ ഭുവനേശ്വരി. തൊഴുതു തിരിഞ്ഞപ്പോൾ നിൽക്കുന്നു മൂപ്പിൽ നായർ. അയാളുടെ കയ്യിൽ ചന്തുവിന്റെ കാരിരുമ്പ് ശൂലം. കാളയാട്ട് തറവാട്ടുകാരുടെ സന്തത സഹചാരിയാണ് ഈ ശൂലം. ഏതൊരു യാത്രയിലും ഇത് കയ്യിൽ വെക്കാൻ മറക്കരുത്. അയാൾ ശൂലം ചന്തുവിന്റെ നേർക്ക് നീട്ടി. രണ്ടു കൈ നീട്ടി ചന്തു ശൂലം ഏറ്റുവാങ്ങി. ഈ തറവാട്ടിലെ ഗുരുകാരണവന്മാരുടെയും ഉപാസനാമൂർത്തിയുടെയും അനുഗ്രഹം നിനക്കുണ്ടാവും. മൂപ്പിൽ നായർ ചന്തുവിനെ അനുഗ്രഹിച്ചു. മാടത്ത് മൂപ്പിൽ തറവാടിന്റെ പടിയിറങ്ങുന്ന ചന്തുവിനെ ആത്മഹർഷത്തോടെയാണ് മൂപ്പിൽ നായർ നോക്കി നിന്നത്. വാതിൽപ്പാളികൾ മറഞ്ഞു നിന്ന് ദേവു വിങ്ങിപ്പൊട്ടി. ചന്തു യാത്രയാവുന്നത് കാണാനുള്ള കരുത്തില്ലാതെ. വിശന്നു, ദാഹിച്ചു, ഒക്കെ സഹിച്ച് ചന്തു തെക്കോട്ട് നടന്നു. കിള്ളിമംഗലം മലയിൽ എത്താനുള്ള തിടുക്കത്തോടെ. 8 ഘാതം പിന്നിടണം. കുറ്റിക്കാടുകൾ നിറഞ്ഞ വിജന പ്രദേശം. പക്ഷികളുടെ കരച്ചിലും അണ്ണാറക്കണ്ടന്മാരുടെ ചിലപ്പും കാറ്റിന്റെ ശബ്ദവുമല്ലാതെ മറ്റൊന്നുമില്ല. മനുഷ്യൻ നടന്നതിന്റെ ഒരടയാളം പോലുമില്ല. കാട്ടുമുയലുകൾ ഭീതിയോടെ ഓടി. പതിഞ്ഞിരിക്കുന്ന ചെങ്കണ്ണൻ കീരികൾ, കീരിയെ കണ്ട് ഫണം വിടർത്തി നിൽക്കുന്ന നാഗം, കൊത്തിപ്പെറുക്കി തിന്നുന്ന പെൺമയിൽ. അവയ്ക്കിടയിലൂടെയാണ് ചന്തു നടക്കുന്നത്. വിജന പ്രദേശം അവസാനിച്ചത് ഒരു ചെമ്മൺ പാതയിൽ. പാതയ്ക്കരികിൽ അല്പനേരം ചന്തു നിന്നു. എവിടെയാണ് കിള്ളിമംഗലം മല? ലക്ഷ്യം കാണാതെ മടങ്ങേണ്ടി വരുമോ എന്ന് സംശയിച്ചു ചന്തു. പാതയ്ക്കപ്പുറം വയലാണ്. ചന്തു വയൽവരമ്പിലൂടെ പിന്നെയും നടന്നു. വരമ്പിൽ വലിയൊരു കരിങ്കല്ല്. അത് ചവിട്ടിക്കയറും മുമ്പ് ചന്തു കരിങ്കല്ലിന്മേൽ ശൂലം കുത്തി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പാറ പൊട്ടിപ്പിളർന്നു. അതിനകത്തു നിന്നും കറുത്ത പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു. ഒരു യുവതി. ചന്തു അമ്പരന്നു. അവൾ ചന്തുവിനെ നോക്കി തൊഴുതു. നീ ആരാണ്? ചന്തു ചോദിച്ചു. അങ്ങയുടെ ശൂലത്തിന്റെ സ്പർശമേൽക്കാൻ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ചെറുനീലി. നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയോ? അതെ, ഈ വയൽ ഒരു വലിയ ജന്മിയുടേതാണ്. ഒരു ഞാറ്റുവേലക്കാലത്ത് ഞാൻ ഈ കണ്ടത്തിൽ ഞാറ് നടാനെത്തി. തമ്പുരാൻ പറഞ്ഞു സൂര്യാസ്തമനത്തിനു മുമ്പ് ഞാറ് നട്ട് കഴിയണമെന്ന്. അത് സാധ്യമല്ലായിരുന്നു. തമ്പുരാന്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ തല്ല് കിട്ടും. നെഞ്ചകം തകർന്ന് ഞാൻ മുടികോലെടുത്ത് ഈ വരമ്പത്ത് ആഞ്ഞു തറച്ചിട്ട് പറഞ്ഞു, കണ്ടത്തിൽ ഞാറുനടിയിൽ മുഴുമിക്കും വരെ ഈ മുടിങ്കോലിനും അപ്പുറം സൂര്യൻ കടക്കാൻ പാടില്ലെന്ന്. ഞാറ് നട്ട് തീരും വരെ സൂര്യന് ചലിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ മുടിങ്കോൽ പറിച്ചു നീക്കി ക്ഷീണം തീർക്കാൻ ഞാൻ വരമ്പത്തിരുന്നു. സൂര്യനെ തടഞ്ഞതിൽ ക്ഷുഭിതനായ സൂര്യഭഗവാൻ എന്നെ ശപിച്ചു. കരിങ്കല്ലായി തീരട്ടെ എന്ന് ശാപമോക്ഷവും പറഞ്ഞു. കിള്ളിമംഗലം മനയിലേക്ക് പോകുന്ന ഒരു ബ്രഹ്മചാരി ഇതുവഴി എത്തും. അയാളുടെ ശൂലം എന്താണോ ശിലയിൽ പതിക്കുന്നത്, ആ നിമിഷം ശാപമോക്ഷം കിട്ടി ഈശ്വരപാദത്തിൽ ലയിക്കുമെന്ന്. അങ്ങേക്ക് പ്രണാമം. ചെറുനീലി, വഴി മാറി നിൽക്കൂ, ഞാൻ പോകട്ടെ, ചന്തു പറഞ്ഞു. മഹാമാന്ത്രികനായ അങ്ങേക്ക് എന്റെ സഹായം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും അങ്ങയുടെ ഒരു ആവശ്യം നിവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എനിക്ക് നിന്റെ സഹായം വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ആവശ്യം വരുമ്പോൾ എന്റെ പേര് വിളിച്ചാൽ മതി. ഒരിക്കൽ മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ശരി. ചന്തു യാത്ര തുടർന്നു. അകലുന്ന ചന്തുവിനെ നോക്കി നിന്ന ചെറുനീലി അപ്രത്യക്ഷയായി. കുലം കുത്തിയൊഴുകുന്ന പുഴവക്കത്താണ് ചന്തു എത്തിയത്. കിളിമംഗലം മല ഇതിനും അപ്പുറത്തായിരിക്കും. എങ്ങനെ പുഴയുടെ മറുകരയിലെത്തും? ചന്തു ചിന്തിച്ചു. ചെറുനീലിയെക്കുറിച്ച് ഓർമ്മ വന്നു. അവളെ വിളിച്ചാലോ? ചെറുനീലി, എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക.
ചന്തു ഉറക്കെ പറഞ്ഞു. 3 പ്രാവശ്യം ചെറുനീലി പ്രത്യക്ഷപ്പെട്ടു. ചന്തു അവളെ നോക്കി. എനിക്കറിയാമായിരുന്നു, തീർച്ചയായും അങ്ങ് വിളിക്കുമെന്ന് അവൾ പറഞ്ഞു. കിള്ളിമംഗലം മല എവിടെയാണ്? ചന്തു അവളുടെ മുഖത്തേക്ക് നോക്കി. ഈ പുഴയും കടന്ന് കുറച്ചുകൂടി മുമ്പോട്ട് നടക്കണം. കുലംകുത്തി ഒഴുകുന്ന പുഴയുടെ അക്കരെ കടക്കുന്നത് എങ്ങനെ? പുഴയുടെ ഒഴുക്ക് ഞാൻ നിർത്തിത്തരാം, അങ്ങ് മുന്നോട്ട് നീങ്ങിയാലും. അടുത്ത നിമിഷം അവൾ വലതുകൈ നീട്ടി. അണക്കെട്ട് പോലെ അവളുടെ കൈ പുഴയ്ക്ക് കുറുകെ നീണ്ടു. പുഴയുടെ ഗതി നിലച്ചു. പുഴയിലെ വെള്ളം കെട്ടിനിന്നു. അതിന്റെ ഒരു ഭാഗം വരണ്ടുടങ്ങി. ഇനി നടന്നോളൂ, ചെറുനീലി പറഞ്ഞു. ചന്തു അത്ഭുതത്തോടെ പുഴയുടെ മറുകരയിലേക്ക് നടന്നു. അക്കരെ എത്തിയ ചന്തു നിന്നു. തിരിഞ്ഞു നോക്കി. അണക്കെട്ട് തകർന്നതുപോലെ പുഴ കുത്തിയൊലിച്ചൊഴുകി. ചെറുനീലിയെ അവിടെ എങ്ങും കാണാനായില്ല. ചന്തു നടന്നു. തെക്കു പടിഞ്ഞാറ് ദിശയിലൂടെ കിള്ളിമംഗലം മല തേടി. കൈതക്കാടും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശം. പിന്നാമ്പുറത്ത് കുലംകുത്തി ഒഴുകുന്ന പുഴ. ഒരു മനുഷ്യനെ പോലും കാണാനില്ല. വിജന പ്രദേശത്ത് ഒറ്റപ്പെടലിന്റെ നടുക്കമുണ്ടായി ചന്തുവിന്. ഭീതിപ്പെടുത്തുന്ന നിശബ്ദത. അല്പദൂരം ചെന്നപ്പോൾ ചന്തു നിന്നു. അകലെ ഒരു മലയുടെ നിഴൽ. ഭയങ്കര രാക്ഷസൻ കൂർക്കം വലിച്ച് ഉറങ്ങുന്നത് പോലെ. ഇത് തന്നെയാവുമോ കിള്ളിമംഗലം മല? സംശയം തോന്നി ചന്തുവിന്. അവിടെ എത്തണമെങ്കിൽ ഇനിയും എത്രയോ ദൂരം താണ്ടണം. ക്ഷീണം വകവെക്കാതെ ചന്തു പിന്നെയും നടന്നു. ഇതേ സമയം മാടത്ത് തറവാട്ടിൽ മൂപ്പിൽ നായർ മച്ചിന്റെ വാതിൽ തുറന്നു. പാദസരത്തിന്റെ കിലുക്കം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. ദേവുവാണ്. മോളെ, ഞാൻ ഭുവനേശ്വരി പൂജയ്ക്ക് കയറുകയാണ്, ഇടയ്ക്ക് വിളിക്കരുത്, മൂപ്പിൽ നായർ പറഞ്ഞു. ചന്തോട്ടനെ ഓർത്തിട്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. നീ പേടിക്കണ്ട, അവൻ വിജയം കണ്ട് തിരിച്ചെത്തും. ചന്തുവിന്റെ ദൗത്യ പൂർത്തീകരണത്തിന് സഹായമാവാനാണ് ഞാൻ പൂജയ്ക്കൊരുങ്ങുന്നത്. ഭുവനേശ്വരിക്ക് സഹസ്ര പുഷ്പാർച്ചന. ദേവു ദീർഘനിശ്വാസത്തോടെ തലയിളക്കി. എന്നിട്ട് അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടി തിരുമ്മി അവിടെ നിന്നും പോയി. മൂപ്പിൽ നായർ മച്ചിനകത്ത് കടന്നു. അതിനകത്ത് 4 നിലവിളക്കുകൾ 7 തിരിയിൽ കത്തുന്നുണ്ട്. അതിന്റെ വെളിച്ചം മച്ചിലെ ഇരുളിനെ നീക്കിയിരിക്കുന്നു. ഭുവനേശ്വരി സങ്കല്പമുള്ള പട്ടുവിരിച്ച പീഠത്തിനു മുമ്പിൽ അർച്ചനയ്ക്കുള്ള പൂക്കൾ. അതിനടുത്ത വലിയ ഉരുളിയിൽ ഗുരുതി. മൂപ്പിൽ നായർ ഭാസനാമൂർത്തിയെ വണങ്ങി പീഠത്തിന് അഭിമുഖമായി ഇരുന്നു. മന്ത്രം ജപിച്ച് പീഠത്തിലേക്ക് പുഷ്പാർച്ചന തുടങ്ങി. അർച്ചന ചെയ്ത പൂക്കളിൽ ഒരു നുള്ളെടുത്ത് ഗുരുതിയിലേക്ക് ഇട്ടു. പിന്നെയും അർച്ചന തുടങ്ങി. ഇടയ്ക്കൊന്ന് ഉരുളിയിലേക്ക് കണ്ണോടിച്ചു. ഗുരുതിയിലെ പൂക്കൾ അരികിലേക്ക് നീങ്ങി. ഉരുളിയിലെ ചുമപ്പ് ഗുരുതിക്ക് മാറ്റം സംഭവിച്ചു. മുഖം നോക്കുന്ന കണ്ണാടി പോലെ തെളിഞ്ഞു. അതിൽ ചന്തുവിന്റെ രൂപം കണ്ടു. മൂപ്പിൽ നായർ കണ്ണാടിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. ചലച്ചിത്രത്തിൽ എന്ന പോലെ കിള്ളിമംഗലം മല തേടി പോകുന്ന ചന്തുവിനെ വ്യക്തമായും കണ്ടു മൂപ്പിൽ നായർ. ചന്തു നടക്കുകയാണ്. പെട്ടെന്ന് മാനത്ത് മേഘം ഉരുണ്ടുകൂടി. മിന്നൽ പിണരുകളും നേരിയ തോതിൽ മേഘഗർജനവും. ഈശ്വര, മഴയെങ്ങാൻ പെയ്താൽ! നിസ്സഹായതയോടെ ചന്തു ശൂലത്തിലേക്ക് നോക്കി. തലയിലിടാൻ ഒരു തുണി പോലുമില്ല. അന്തരീക്ഷം തണുത്തു. ചെറിയ കാറ്റ് വീശി. ചന്തു പിന്നെയും നടന്നു. സംഭവിക്കാനിരിക്കുന്നത് എന്തും അനുഭവിക്കാനുള്ള തയ്യാറെടുപ്പോടെ. അടുക്കുംതോറും മല അകലുകയാണ്. കയ്യെത്തും ദൂരമേയുള്ളൂ ലക്ഷ്യസ്ഥാനം എന്ന് ധരിക്കുന്നത് മണ്ടത്തരമായി തോന്നി ചന്തുവിന്. അത്രയും കണ്ട മൂപ്പിൽ നായർ പുഷ്പാർച്ചന തുടർന്നു. കുറച്ചു കഴിഞ്ഞ് പിന്നെയും ഗുരുതിയിലേക്ക് കണ്ണോടിച്ചു. ഇടിഞ്ഞു പൊളിഞ്ഞ പടിപ്പുരയുടെ അടുത്തേക്കാണ് ചന്തു എത്തുന്നത്. മേൽക്കൂരയും ഭിത്തിയും ഒന്നുമില്ല. അവശിഷ്ടം കണ്ടാൽ നേരത്തെ അവിടെ ഒരു പടിപ്പുര ഉണ്ടായിരുന്നതായി മനസ്സിലാകും. പടിപ്പുരയുടെ രണ്ടറ്റത്ത് 2 പേർ പ്രത്യക്ഷപ്പെട്ടു. ചുവന്ന പട്ടുടുത്ത് കയ്യിൽ ദണ്ടുമേന്തിയ മല്ലന്മാർ. അവർക്ക് കുടവയറും മീശയുമുണ്ട്. ജ്വലിക്കുന്ന കണ്ണുകൾ. നിൽക്ക്! ദണ്ടു നീട്ടി അവർ ചന്തുവിനെ തടഞ്ഞു. മനുഷ്യവാസമില്ലാത്ത ഇവിടെ മല്ലന്മാർ കാവൽ നിൽക്കുന്നത് എന്തിന്? ചന്തുവിന്റെ നെറ്റി ചൊളിഞ്ഞു. എങ്ങോട്ടാണ്? ഒരു മല്ലൻ ചന്തുവിന്റെ നേരെ മുഖമുയർത്തി. ചന്തു അവരെ തുറച്ചു നോക്കി. മറുപടി പറഞ്ഞില്ല. ഇനി ഒരടി മുന്നോട്ട് നീങ്ങരുത്. നീങ്ങിയാൽ? ചന്തു അവരെ മാറി മാറി നോക്കി. ഇതിനുമപ്പുറം കിള്ളിമംഗലം മലയാണ്, അവരിൽ ഒരാൾ പറഞ്ഞു. അതെ, ഞാൻ കിള്ളിമംഗലം മലയിലേക്ക് തന്നെ. കിള്ളിമംഗലം മലയിൽ പ്രവേശിക്കാൻ ആർക്കും അധികാരമില്ല.
എന്റെ മാർഗത്തെ തടയരുത്. വിളക്കത്ത് പൊടിഞ്ഞ പാറ്റകളെ പോലെ എത്തുന്നവരെ മരണത്തിന്റെ മുഖത്തു നിന്ന് രക്ഷിക്കുകയാണ് ഞങ്ങളുടെ കർത്തവ്യം. മരണത്തിൽ എനിക്ക് ഭയമില്ല. ഞങ്ങളുടെ ഉപദേശം കേട്ടു മടങ്ങിയവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഉപദേശം തേടി വന്നവനല്ല. പോകാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളെ നിഷ്പ്രഭമാക്കി ഞാൻ മുന്നോട്ടു പോകും. ക്ഷമയുടെ നെല്ലിപ്പടിയും കടന്ന ചന്തു അവരുമായി ഒരു ഏറ്റുമുട്ടലിനുള്ള പുറപ്പാടാണ്. ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടാവാം മുന്നോട്ടുള്ള നടത്തം. കാണട്ടെ നിങ്ങളുടെ ശക്തി. അടുത്ത നിമിഷം മല്ലന്മാരുടെ രൂപവും ഭാവവും മാറി. മേനി നിറയെ രോമങ്ങളും കൂർത്ത നഖങ്ങളുമുള്ള രാക്ഷസന്മാരായി. ചപ്ര തലമുടി, കഴുത്തിൽ തലയോട്ടികൾ കൊണ്ടുള്ള മാല, മനുഷ്യരുടെ കൈകൾ കൊരുത്തു തൂക്കിയ പാവാട. മടങ്ങിപ്പോ, അവർ ഗർജിച്ചു. ചന്തു നടുങ്ങി പിന്നോക്കം നിന്നു. രാക്ഷസന്മാർ പൊട്ടിച്ചിരിച്ചു. ദിഗന്ധങ്ങൾ മുഴങ്ങുമാർ ഉച്ചത്തിലുള്ള ചിരി. നിർത്തിൻ! ചന്തു അലറി. ചിരി നിലച്ചു. മഴ പെയ്തൊഴിഞ്ഞ പോലെ ഉഗ്രഭാവത്തിൽ അവർ ചന്തുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നിശ്വാസം ഏറ്റാൽ നീ ആ പുഴയ്ക്കപ്പുറം തെറിച്ചു വീഴും. നിങ്ങളെ ഈ നിമിഷം ഭസ്മമാക്കാൻ എനിക്ക് കഴിയും, ചന്തു പറഞ്ഞു. പെട്ടെന്ന് രാക്ഷസന്മാർ പെരുത്തു. അവർ പനയോളം വളരുന്നത് ചന്തു കണ്ടു. താഴേക്ക് നോക്കി രാക്ഷസന്മാർ നിലത്തോളം നിൽക്കുന്ന ചന്തുവിന്റെ നേർക്ക് കണ്ണുരുട്ടി. ചന്തു മിഴി ചിമ്മി പ്രാർത്ഥിച്ചു. പിന്നെ കണ്ണു തുറന്നു. അതാ ചന്തുവും പെരുക്കുന്നു. അവരോടൊപ്പം പനയോളം വളർന്നു. അമ്പരപ്പോടെ രാക്ഷസന്മാർ അന്യോന്യം നോക്കി. ചന്തുവിന്റെ നോട്ടമേറ്റ് അവർ പിന്നോക്കം മാറി. രാക്ഷസന്മാരുടെ നെറ്റിയിൽ നിന്നും അഗ്നി വർഷിച്ചു. മിന്നൽ പിണരുകൾ പോലെ അടുക്കുന്ന അഗ്നിവർഷത്തിന്റെ നേർക്ക് ചന്തു ശൂലം കാണിച്ചു. ശൂലത്തിൽ നിന്നുമുണ്ടായ ദിവ്യപ്രകാശമേറ്റ് അഗ്നി അണഞ്ഞു. പരാജയ ഭീതിയിൽ അവർ ഉഗ്രശ്വാസോച്ഛ്വാസം വിടാൻ തുടങ്ങി. കഴിഞ്ഞോ? ചന്തു പരിഹാസത്തോടെ ചോദിച്ചു. ക്രുദ്ധരായ രാക്ഷസന്മാരുടെ വലതുകൈയിൽ മുൾദണ്ഡ് പ്രത്യക്ഷപ്പെട്ടു. അവരത് ചന്തുവിന്റെ നേർക്ക് എറിഞ്ഞു. പക്ഷേ മുൾദണ്ഡുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. രാക്ഷസന്മാർ ഭയപ്പെട്ടു. ഹേ യുവാവേ, അമേയ ബലവാന് മാത്രമേ ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും താങ്കൾ ഒരു അസാമാന്യൻ തന്നെ. ആരാണ് താങ്കൾ? ഒരു രാക്ഷസൻ ചോദിച്ചു. ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പൂർവ്വരൂപം പ്രാപിക്കുക, ചന്തു പറഞ്ഞു. അവർ ചെറുതായി പഴയ രൂപത്തിൽ ദണ്ഡേന്തിയ കാവൽക്കാരായി. അതോടൊപ്പം ചന്തുവും ഉയരം കുറച്ച് സാധാരണ വലുപ്പത്തിലെത്തി. ഞാൻ ചന്തു. ഞങ്ങൾ കിള്ളിമംഗലം മലയുടെ സംരക്ഷകരാണ്. ദേവലോകത്തു നിന്നും അയച്ച ഭൂതഗണങ്ങൾ, അവർ പറഞ്ഞു. എങ്കിൽ എന്നെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞുകൊള്ളുക. മാടത്തു തറവാട്ടിലെ ഗുരു കാരണവന്മാരുടെ നിയോഗപ്രകാരം കിള്ളിമംഗലം മലയിൽ കടക്കാൻ എത്തിയവനാണ് ഞാൻ. മഹാമാതൃകൻ കാളിയാട്ട മാധവന്റെ മകൻ ചന്തു. അവർ ചന്തുവിന്റെ മുമ്പിൽ മുഖം കുനിച്ച് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, കിള്ളിമംഗലം മനയുടെ അകത്താണ് മാടത്ത് തറവാട്. ബ്രഹ്മശാപത്താൽ മലയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഈ മാന്ത്രിക തറവാട് ശാപമോക്ഷത്തിന്റെ മുഹൂർത്തവും കാത്തു കഴിയുകയാണ്. തറവാട്ടിലെ അമൂല്യ ഗ്രന്ഥവും നാഗമാണിക്യ ചെപ്പും കൈക്കലാക്കാൻ എത്തുന്നവരെ തുരത്താൻ എത്രയോ നൂറ്റാണ്ടുകളായി അദൃശ്യരായി ഞങ്ങൾ കാവലിരിക്കുകയാണ്. ശാപമോക്ഷം നൽകാൻ ഒരു മഹാമാന്ത്രികൻ എത്തുമെന്നും അതുവരെ കാത്തുകൊള്ളണമെന്നുമാണ് ഞങ്ങൾക്ക് കിട്ടിയ കൽപ്പന. ഞങ്ങൾ കാത്തിരിക്കുന്ന ആ മാന്ത്രികൻ അങ്ങു തന്നെയാണ്. മുന്നോട്ട് നീങ്ങിക്കൊള്ളുക. നിങ്ങൾ ഉത്തമ കാവൽഭടന്മാർ തന്നെ, ചന്തു മന്ദഹാസത്തോടെ പറഞ്ഞു. മാന്ത്രികൻ, ഒരു കാര്യം കൂടി കേൾക്കുക. കിള്ളിമംഗലം മലയിലേക്ക് ഇനിയും കുറെ കൂടി നടക്കാനുണ്ട്. ഇടയ്ക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. തീർച്ചയായും എല്ലാ തടസ്സങ്ങളും അവഗണിച്ച് അങ്ങേക്ക് മുന്നേറാൻ സാധിക്കും. അവരെ നോക്കി ചന്തു ആദരവോടെ കൈകൂപ്പി. അടുത്ത നിമിഷം മല്ലന്മാർ അപ്രത്യക്ഷരായി. പകരം അവിടെ പ്രത്യക്ഷപ്പെട്ടത് 2 കരിങ്കൽ തൂണുകൾ, ഇടിഞ്ഞു പൊളിഞ്ഞ പടിപ്പുരയുടെ വലിയ തൂണുകൾ. ചന്തു പടിപ്പുരയിൽ ചവിട്ടിയതും മിന്നൽ പിണരുകൾ വീശി. നിലത്തിറങ്ങി ഇടിവെട്ടി. മഴ തിമിർത്തു പെയ്തു. തുള്ളിക്കൊരുകുടം പെയ്യുന്ന പേമാരിയിൽ നനഞ്ഞ ചന്തു പ്രകൃതിയുടെ തടസ്സം വകവെക്കാതെ നടന്നു. തേക്കുമരങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ, ഒറ്റയടി പാതയിലൂടെ. ഇതേ സമയത്ത് മാടത്ത് തറവാട്ടിലെ മൂപ്പിൽ നായർ ഉരുളിയിൽ നിന്നും നോട്ടം മാറ്റി ദീർഘനിശ്വാസം വിട്ടു. അമ്മേ ഭുവനേശ്വരി, അയാൾ മന്ത്രിച്ചു.
പൂക്കൾ നുള്ളിയെടുത്ത് പ്രാർത്ഥനയോടെ അർച്ചന തുടങ്ങി. അല്പസമയത്തിന് ശേഷം പിന്നെയും ഗുരുതിയിലേക്ക് നോക്കി. അപ്പോഴും കണ്ണാടി പോലുള്ള പ്രതലത്തിൽ ചലച്ചിത്രം കണക്കെ ചന്തുവിന്റെ യാത്ര കാണാൻ കഴിഞ്ഞു. മൂപ്പിൽ നായർ ചന്തുവിന് ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ ഉരുളിയിലേക്ക് ഉറ്റുനോക്കി. കനത്ത മഴയിൽ ഒറ്റയടി പാതയിലൂടെ കുത്തിയൊലിച്ചൊഴുകിയെത്തുന്ന മഴവെള്ളത്തിൽ ചവിട്ടി ചന്തു മുന്നേറുകയാണ്. മഴ തോർന്നിട്ടില്ല. പെട്ടെന്ന് ചന്തുവിന്റെ മുമ്പിൽ ഘോര സർപ്പം പ്രത്യക്ഷപ്പെട്ടു. അത് ഫണം വിടർത്തി വാൾ നിലത്തൂന്നി ചന്തുവിന്റെ ഉയരത്തിൽ നിന്ന് ആടി. സർപ്പത്തെ വധിച്ച് മുന്നേറണോ എന്ന് ശങ്കിച്ചു. അത് ബ്രാഹ്മണനെ കൊന്നതിന് തുല്യമാവും. വേണ്ട. വഴി മാറി നടക്കാൻ ശ്രമിച്ചപ്പോഴും സർപ്പം തടഞ്ഞു. അത് ചന്തുവിന്റെ മൂർധാവിൽ കൊത്താൻ തക്ക നോക്കി നിൽക്കുകയാണ്. നാഗരാജാവേ, നിന്നെ ശൂലം കൊണ്ട് കുത്തിക്കൊന്ന് നിന്റെ ജഡം അഗ്നിയിൽ ഹോമിച്ചു മുന്നേറാൻ എനിക്ക് കഴിയും. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ തടസ്സം ചെയ്യാതെ മാറി നിൽക്ക്. ചന്തുവിന്റെ കൽപ്പന സർപ്പം അനുസരിച്ചില്ല. അത് ഒന്നുകൂടി മുന്നോട്ടിഴഞ്ഞു. കണ്ണു ചിമ്മി ചന്തു ഗരുഡമന്ത്രം ജപിച്ചു. മാനത്ത് ഗരുഡൻ പ്രത്യക്ഷപ്പെട്ടു. സർപ്പത്തെ വട്ടമിട്ട് താഴേക്ക് പറന്നെത്തിയ ഗരുഡൻ സർപ്പത്തെ ചെരിഞ്ഞൊന്ന് നോക്കിയിട്ട് മുകളിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി. ഗരുഡ ഭഗവാനെ, എന്റെ മന്ത്രം പിഴച്ചുവോ? അതോ സർപ്പദംശനമേറ്റ് ഇവിടെ മരിച്ചു വീഴാനാണോ ജാതകവിധി? ചന്തു വേവലാതിപ്പെട്ടു. അടുത്ത നിമിഷം സർപ്പം നിൽക്കുന്ന ഭാഗത്ത് പ്രഭാമണ്ഡലം പ്രത്യക്ഷപ്പെട്ടു. അതിനിടയിലെ സർപ്പം അപ്രത്യക്ഷമായി. പകരം കിരീടം ധരിച്ച ഭംഗിയുള്ള ചേലയുടുത്ത സുന്ദരി പ്രത്യക്ഷപ്പെട്ടു. ചന്തു, നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് സമയം ഏറെ വൈകി. അധർമ്മം ചെയ്യാനല്ല ഞാൻ വഴി തടഞ്ഞത്. ദേവി, അങ്ങ് ആരാണ്? ചന്തു ഭയഭക്തിയോടെ ചോദിച്ചു. നാഗകന്യക. മാടത്ത് തറവാട്ടിലെ നാഗമാണിക്യ ചെപ്പ് കവർന്നെടുക്കാൻ എത്തുന്നവരെ തുരത്തുകയാണ് എന്റെ ലക്ഷ്യം. കിള്ളിമംഗലം മല തേടിയുള്ള എന്റെ യാത്രോദ്ദേശവും മറ്റൊന്നല്ല. മാടത്ത് തറവാടിന് ശാപമോക്ഷ ഹേതുവായി വരുന്ന മാന്ത്രികന് മാത്രമേ നാഗമാണിക്യ ചെപ്പ് സ്പർശിക്കാൻ പോലും അധികാരമുള്ളൂ. ദേവി, എന്നെ പോകാൻ അനുവദിച്ചാലും. മുഖത്തോട് മുഖം കാണാൻ കഴിഞ്ഞ ഫലപ്രാപ്തിക്ക് ഒരു വരം ചോദിച്ചുകൊള്ളുക. മേലിൽ മാടത്ത് തറവാട്ട് പറമ്പിൽ ആർക്കും വിഷം തീണ്ടരുത്. ചന്തു അപേക്ഷിച്ചു. ശരി, അങ്ങനെയാവട്ടെ. വിഷം തീണ്ടിയെന്നിരിക്കട്ടെ. കിള്ളിമംഗലം മലയ്ക്കുള്ളിലെ തറവാട്ടുകുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ മതി. നാഗകന്യക അപ്രത്യക്ഷമായി. സർപ്പത്തെയും കണ്ടില്ല. ചന്തു മുന്നോട്ട് നടന്നു. അത്രയും കാര്യങ്ങൾ ശ്വാസം അടക്കി പിടിച്ചാണ് മാടത്ത് മൂപ്പിൽ നായർ കണ്ടത്. തറവാടിനെ ശാപവിമുക്തമാക്കാൻ ചന്തു അനുഭവിക്കുന്ന ത്യാഗം ചെറുതല്ല. മൂപ്പിൽ നായർ ഉപാസനാമൂർത്തിക്ക് പിന്നെയും അർച്ചന തുടങ്ങി. ഗുരുതിയിൽ ചന്തുവിന്റെ രൂപം തെളിഞ്ഞു. മൂപ്പിൽ നായർ ഗുരുതിയിലേക്ക് നോക്കി. ഇപ്പോൾ അയാളുടെ കണ്ണുകളിൽ നടന്നു നീങ്ങുന്ന ചന്തുവും പരിസരവും മാത്രം. ചന്തുവിന്റെ മനസ്സ് പ്രക്ഷുബ്ധമാണെന്ന് മുഖത്തെ ഭാവം വ്യക്തമാക്കുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഭൂമി പിളർന്നു. ആ പിളർപ്പിലൂടെ ചന്തു മണ്ണിൽ പുതഞ്ഞു. മഴവെള്ളം പിളർപ്പിലേക്ക് കുത്തിയൊലിച്ചിറങ്ങി. ഉറക്കെ കരഞ്ഞു ചന്തു. മണ്ണ് മൂടി തല മാത്രമേ പുറത്തേക്കുള്ളൂ. മൂപ്പിൽ നായർ പെട്ടെന്ന് ഗുരുതിയിൽ നിന്നും നോട്ടം മാറ്റി ഭുവനേശ്വരി സങ്കല്പ പീഠത്തിലേക്ക് നോക്കി. അയാളുടെ ഹൃദയം ശക്തിയായി സ്പന്ദിച്ചു. കണ്ണുകൾ നിറഞ്ഞു. തൊണ്ട വരണ്ടു. അമ്മേ, ഭുവനേശ്വരി, മാടത്ത് തറവാടിന്റെ ശാപമോക്ഷത്തിന് ഇറങ്ങി തിരിച്ച ചന്തുവിനെ ശിക്ഷിക്കുന്നത് എന്തിന്? അമ്മേ, ചന്തുവിനെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഈ മച്ചിനകത്തിരുന്ന് ആത്മത്യാഗം ചെയ്യും ഞാൻ. മൂപ്പിൽ നായരുടെ ഉഗ്ര ശബ്ദം കേട്ട് മച്ചിനകം നടുങ്ങി. ഈർഷ്യയോടെ കൈകൾ കൂട്ടിത്തിരുമി അയാൾ ഗുരുതിയിലേക്ക് നോക്കി. മണ്ണിൽ പുതഞ്ഞ ചന്തു അലറി വിളിക്കുകയാണ്. അമ്മേ, രക്തചാമുണ്ടേശ്വരി, ഗുരുകാരണവന്മാരെ രക്ഷിക്കണേ. ചന്തുവിന്റെ ദീനരോദനം അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊണ്ടു. അടുത്ത നിമിഷം യാന്ത്രികമായി ചന്തു മണ്ണിൽ നിന്നും ഉയർന്നു. പിളർപ്പ് പഴയ രീതിയിലായി. അങ്ങനെയൊന്ന് സംഭവിച്ചുവെന്ന് തോന്നുകയില്ല. ചന്തുവിന്റെ വസ്ത്രത്തിൽ ഒരു തരി മണ്ണ് പോലും പറ്റിപ്പിടിച്ചിട്ടില്ല. അപ്പോഴേക്കും മഴ പെയ്തൊഴിഞ്ഞിരുന്നു. തണുത്തു വിറച്ച് വീണ്ടും ചന്തു നടന്നു. ഇനി എന്തൊക്കെ തടസ്സങ്ങൾ, അതിജീവിക്കേണ്ടി വരും എന്ന ഭീതിയോടെ. കിള്ളിമംഗലം മല കൺമുന്നിൽ.
ആത്മഹർഷത്തോടെ ഒരു നിമിഷം ചന്തു നിന്നു. അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിട്ടുനിന്ന് കാണുമ്പോഴുള്ള അമ്പരചുംബിയായ മലയല്ല, തൊട്ടടുത്തു നിന്ന് കാണുമ്പോൾ. മലയുടെ മുമ്പിൽ വൃക്ഷങ്ങളോ ചെടികളോ ഇല്ല. പരന്ന ഭൂമിയിൽ ചെറിയ കരിമ്പാറക്കെട്ടുകൾ മാത്രം. ചന്തു കരിമ്പാറക്കെട്ടുകൾക്കിടയിലൂടെ മലയുടെ ചുവട്ടിലെത്തി. മലയുടെ ചുവട്ടിൽ ഒരു വാതിൽ, ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചത്. അതിനു മീതെ പായൽ വളർന്നിരിക്കുന്നു. ഇതായിരിക്കുമോ അകത്തേക്ക് പ്രവേശിക്കാനുള്ള കവാടം? എങ്ങനെയാണ് ഇതിനകത്ത് കടക്കുക? ചന്തുവിന്റെ മനസ്സിൽ സംശയം ഉരുണ്ടുകൂടി. ഗുരുജനങ്ങളെ തുണയ്ക്കണേ. പ്രാർത്ഥനയോടെ ചന്തു ശൂലത്തിന്റെ തണ്ടുകൊണ്ട് വാതിൽമേൽ തട്ടി. പെട്ടെന്ന് സപ്തസ്വരങ്ങൾ ഉയർന്നു. അത് കിള്ളിമംഗലം മലയുടെ നാദമായി. ചന്തുവിന് അത്ഭുതം തോന്നി. വെറും തോന്നലായിരിക്കുമോ? സംശയം തീർക്കാൻ ഒന്നുകൂടി തട്ടി. പിന്നെയും ഉയർന്നു സപ്തസ്വരങ്ങൾ. വാതിൽ തുറക്കാൻ ഒരു മാർഗവുമില്ല. 7 സ്വരങ്ങളും പൊഴിക്കുന്ന വാതിൽ തകർക്കാമോ? ചവിട്ടി നോക്കിയാലോ എന്ന് തോന്നി. വേണ്ട, കുരുത്തക്കേടാവും. ഇനി എന്ത് പോംവഴി? ആലോചിച്ചു നിന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. കാളിയാട്ടെ തറവാട്ടിലെ മഹാമാതൃകയുടെ ആത്മധൈര്യമായ ശൂലത്തിന് ഈ വാതിൽ തുറക്കാനാവുമല്ലോ. ഗുരുകാരണവന്മാരെയും പരദേവതയും മനസ്സിൽ ധ്യാനിച്ച് ചന്തു ശിലാവാതിലിന്മേൽ ശൂലം ആഞ്ഞു തറച്ചു. അടുത്ത നിമിഷം വാതിൽ പിന്നോക്കം മറിഞ്ഞു വീണു. ഗുഹാമുഖം പോലെ തോന്നിച്ചു മലയിലേക്കുള്ള കവാടം. ഒരു വൃദ്ധ മെല്ലെ പുറത്തേക്കിറങ്ങി വന്നു. ചന്തു അവരെ നോക്കി. ചുക്കിച്ചുളിഞ്ഞ വെളുത്ത മുഖം, കാതിൽ കല്ലുവെച്ച പൊന്നിന്റെ തോട, കഴുത്തിൽ ഈരഴ മണിമാല, നെറ്റിയിൽ ഭസ്മവും ചന്ദനക്കുറിയും. മുണ്ടും ബ്ലൗസുമാണ് വേഷം. കുലീനത്വമുള്ള വൃദ്ധ. ഇവരെങ്ങനെ മലയുടെ അകത്ത് ജീവിക്കുന്നു? ചന്തുവിന് സംശയമായി. വൃദ്ധ ചന്തുവിന്റെ നേർക്ക് മുഖമുയർത്തി മോണ കാട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടെ എത്താൻ നന്നായി ക്ലേശിച്ചു അല്ലേ? ഉവ്, അത്ര എളുപ്പത്തിൽ ഇങ്ങോട്ട് എത്താൻ കഴിയില്ല, വൃദ്ധ ഒതുങ്ങി നിന്നിട്ട് പറഞ്ഞു. കടന്നോളൂ കിള്ളിമംഗലം മലയിലേക്ക്. ചന്തു അകത്തേക്ക് കടന്നു. അതിനകത്ത് പടിയും പടിപ്പരയുമുള്ള 4 കെട്ട്. 4 കെട്ടിന്റെ ഇടനാഴിയിലേക്കാണ് ചന്തു എത്തിയത്. തടിച്ചുരണ്ട മരത്തൂണുകളും ചെത്തി തേക്കാത്ത ചുമരുകളും, അങ്ങിങ്ങ് ചാരുകസേരകൾ. 8 കാലുകൾ തീർത്ത മാറാല മുഖത്തു തട്ടിയപ്പോൾ അസ്വസ്ഥതയോടെ അത് മാറ്റിയ ചന്തു തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, അവിശ്വസനീയം. മറുപടി ഉണ്ടായില്ല. ചന്തു തിരിഞ്ഞു നോക്കി. വൃദ്ധ അപ്രത്യക്ഷമായിരുന്നു. പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. നെഞ്ചിരിപ്പോടെ കാലൊന്ന് മുന്നോട്ട് വെച്ചപ്പോൾ ഏതോ ഒന്നിൽ തടഞ്ഞു. ചന്തു താഴേക്ക് നോക്കി. പൊടി പിടിച്ച ഒരു അവ്യക്ത ചിത്രം. കുനിഞ്ഞെടുത്ത് ചിത്രത്തിലെ പൊടി തുടച്ചു. ആ ചിത്രം തിരിച്ചറിഞ്ഞപ്പോൾ ചന്തു നടുങ്ങി. അറിയാതെ കയ്യിൽ നിന്നും ആ ചിത്രം താഴെ വീണു. കിള്ളിമംഗലം മലയുടെ പ്രവേശന കവാടത്തിൽ തന്നെ സ്വീകരിച്ച വൃദ്ധയുടെ ചിത്രമായിരുന്നു അത്. എത്രയോ വർഷം മുമ്പ് മരിച്ചു പോയതാണ് അവർ. ഈശ്വര, അത്ഭുത ലോകത്ത് എത്തിയ പ്രതീതിയായിരുന്നു ചന്തുവിന്. പെട്ടെന്ന് പൊട്ടിച്ചിരി ഉയർന്നു. ചന്തു 4 ഭാഗവും നോക്കി. ദാ ഇങ്ങോട്ട് നോക്കുക. പുരുഷന്റെ ശബ്ദം. ശബ്ദം കേട്ട ഭാഗത്തേക്ക് കണ്ണോടിച്ചു. ഭിത്തിയിൽ മാറാല പൊതിഞ്ഞ ഒരു കാരണവരുടെ എണ്ണച്ചായ ചിത്രം. ചിത്രത്തിന് ജീവനുണ്ട്. അത് വർത്തമാനം പറയുന്നു, പുഞ്ചിരിക്കുന്നു. തല ചുറ്റുന്നത് പോലെ തോന്നി ചന്തുവിന്. ഒരു മാന്ത്രികൻ ഇങ്ങനെ പരിഭ്രമിക്കേ? ചിത്രത്തിലെ കാരണവർ സ്നേഹത്തോടെ പരിഭവിച്ചു. ചന്തുവിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. തൊണ്ട വരണ്ടു പോയതുപോലെ തോന്നിയിരുന്നു. ചന്തു പേടിക്കേണ്ട. 4 കെട്ടിന്റെ ഇടനാഴികയിലൂടെ വടക്കോട്ട് പോവുക. ഇടനാഴിക അവസാനിക്കുന്നത് കിഴക്കുഭാഗത്താണ്. അവിടെ ഒരു ക്ഷേത്രം കാണാം. തറവാടിന്റെ പരദേവതയായ ഭുവനേശ്വരിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രം. ശ്രീകോവിൽ തുറന്ന് ദേവിക്ക് വിളക്ക് കൊളുത്തണം. നൂറ്റാണ്ടുകൾക്ക് ശേഷം അമ്മ നിറദീപം തെളിയുന്നത് കാണട്ടെ. അതിനുശേഷം വീണ്ടും ഇടനാഴിയിലേക്ക് കടക്കുക. തെക്കുഭാഗത്തെ മുറിയുടെ കന്നിമൂല ഭാഗത്ത് തറയിൽ ഉറപ്പിക്കാത്ത ഇഷ്ടിക കാണാം. അത് നീക്കം ചെയ്ത് അകത്ത് കടന്നാൽ കാണാം ഒരു താളിയോലക്കെട്ട്. അതിനടുത്ത് ഒരു വെള്ളിച്ചെപ്പും ഉണ്ടാകും. ആദ്യം താളിയോലക്കെട്ടും രണ്ടാമതായി വെള്ളിച്ചെപ്പും എടുക്കണം. ഇത് രണ്ടും കയ്യിലെടുത്താൽ ഒരു നിമിഷം തറവാടിനകത്ത് നിൽക്കരുത്. തിരിഞ്ഞു നോക്കാതെ എത്രയും വേഗം കിള്ളിമംഗലം മലയുടെ
പുറത്തേക്കിറങ്ങണം. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചന്തു ചോദിച്ചു. മാന്ത്രിക ഗ്രന്ഥക്കെട്ടും വെള്ളിച്ചെപ്പും ഇപ്പോഴത്തെ മൂപ്പിൽ നായർക്ക് സമർപ്പിക്കണം. താളിയോലക്കെട്ടിലെ 21ാമത്തെ ഓലയിൽ ദമ്പതി രക്ഷസിന് തളയ്ക്കേണ്ട മന്ത്രവും രീതികളുമുണ്ട്. ഇനി വൈകിക്കേണ്ട. പെട്ടെന്ന് ചിത്ര നിശ്ചലമായി. ഇപ്പോൾ അതിന് ജീവനില്ല. ചന്തുവിന്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി. ഇടനാഴിയിലൂടെ വടക്കോട്ട് നടന്നു. അത് അവസാനിച്ചത് കിഴക്കുഭാഗത്തെ അടഞ്ഞ വാതിലിനു മുമ്പിൽ. അതിന്റെ സാക്ഷി നീക്കി തുറന്നപ്പോൾ തറവാട്ടുമുറ്റം കണ്ടു. പടർന്നു പന്തലിച്ച ആലും അതിനടുത്ത് ചെറിയ ഒരു ക്ഷേത്രവും. ശ്രീകോവിൽ അടച്ചിട്ടിരിക്കുന്നു. അതെങ്ങനെയാണ് തുറക്കുക? ചന്തു വിഷമഘട്ടത്തിലായി. ശ്രീകോവിൽ തുറക്കാനുള്ള ഉപായം കാരണവർ പറഞ്ഞിട്ടില്ല. ഒരു നിമിഷം മിഴി ചിമ്മി പ്രാർത്ഥിച്ച് കണ്ണു തുറന്ന ചന്തു ശൂലം ശ്രീകോവിലിന് നേരെ കാണിച്ചു. ശ്രീകോവിൽ മലർക്കെ തുറക്കപ്പെട്ടു. അതേ സമയത്തു തന്നെ കത്തിച്ച കോൽവിളക്കും എണ്ണയും തിരിയും ഒരു വാഴയിലയിൽ പൂമാലയും പ്രത്യക്ഷപ്പെട്ടു. കോൽവിളക്കും എണ്ണയും തിരിയും എടുത്ത് ചന്തു ശ്രീകോവിലിന്റെ അകത്ത് കയറി. അതിന്റെ വെളിച്ചത്തിൽ മാറാല് പിടിച്ച വിഗ്രഹം കണ്ടു. തിരികെ സോപാനത്തിലെത്തിയപ്പോൾ ഒരു ചെപ്പുകുട നിറയെ വെള്ളം കണ്ടു. ചെപ്പുകുടത്തിലെ വെള്ളം മന്ത്രജപത്തോടെ വിഗ്രഹത്തിലേക്ക് ഒഴിച്ചു. നിലവിളക്ക് തെളിയിച്ചു. മാല ചാർത്തിയ ശേഷം തൊഴുതു. ചെയ്ത കർമ്മത്തിൽ പിഴവുണ്ടെങ്കിൽ പൊറുക്കണേ ദേവി. ശൂലവും എടുത്ത് പുറത്തിറങ്ങി ചന്തു ശ്രീകോവിൽ നടയടച്ചു. പിന്നെ വീണ്ടും ഇടനാഴികയിലെത്തി. തെക്കുഭാഗത്തായി താഴിട്ട് പൂട്ടിയ വാതിൽ കണ്ടു. ചിത്രത്തിലെ കാരണവർ പറഞ്ഞ മുറി തന്നെയാവും ഇതെന്ന് കരുതി ശൂലം വാതിലിന്റെ താഴിന് നേരെ നീട്ടി. വാതിൽ താനെ തുറക്കപ്പെട്ടു. മുറിക്കുള്ളിൽ അനിതര സാധാരണ പ്രകാശം. അത് മുറിയുടെ മൂലയിൽ നിന്നുമാണ് പ്രവഹിക്കുന്നത്. ചന്തു അങ്ങോട്ട് നടന്നു. ഒരു കല്ലായിരുന്നു അത്. ചന്തു കല്ല് കയ്യിലെടുത്തു നോക്കി. പിന്നെ നിലത്ത് വച്ചു. അത്ഭുതങ്ങൾ നിറഞ്ഞ തറവാട്. വെറുതെയല്ല, ഭൂതഗണങ്ങളും നാഗകന്യയും ഒക്കെ കിളിമംഗല മലയ്ക്ക് കാവൽ നിൽക്കുന്നതെന്ന് ചന്തു ഓർത്തു. മുറിയുടെ നിലം ഇഷ്ടിക പതിച്ചതാണ്. ഓരോ ഇഷ്ടികയും അന്യോന്യം ഉറപ്പിച്ചിരിക്കുന്നു. കന്നിമൂല ഭാഗത്ത് 2 ഇഷ്ടികയുടെ വലുപ്പത്തിലുള്ള ഇഷ്ടിക ഉറപ്പിക്കാതെ വെച്ചിരിക്കുന്നു. ചന്തു ഇഷ്ടിക എടുത്തു മാറ്റി. മീതെ പതിച്ച മണ്ണ് നീക്കം ചെയ്തപ്പോൾ കിട്ടി ഒരു താക്കോൽ. താക്കോൽ പഴുതും കണ്ടു. താക്കോൽ ദ്വാരത്തിലിട്ട് തിരിച്ചപ്പോൾ വലിയ ഞരക്കത്തോടെ പലക താഴേക്ക് തുറന്നു. അകം പ്രകാശിക്കുന്ന നിലവറ. ചന്തു അതിനകത്തേക്ക് ഊർന്നിറങ്ങി. നില കിട്ടാതെ താഴേക്ക് വീണു. അവിടെ കണ്ട കാഴ്ച ചന്തുവിനെ അമ്പരപ്പിച്ചു. 7 തിരിയിട്ട് കത്തിച്ച നിരവധി തൂക്കുവിളക്കുകൾ. സുഗന്ധ ധൂപം പരന്നിരിക്കുന്നു. ഓങ്കാര മന്ത്രം മുഴങ്ങുന്നു. അതിനു നടുവിൽ സുഗന്ധ പട്ടുവിഴിച്ച പീഠം. അതിനു മീതെ 100 കണക്കിന് ഓലയുള്ള താളിയോലക്കെട്ട്. തൊട്ടരികിൽ ചെറിയ വെള്ളിച്ചെപ്പ്. ചന്തുവിന്റെ മനസ്സ് ആഹ്ലാദത്താൽ തിര തല്ലി. മെല്ലെ എഴുന്നേറ്റ് പീഠത്തിനരികിൽ ചെന്നു. വിറയ്ക്കുന്ന കൈ ഗ്രന്ഥക്കെട്ടിന് നേരെ നീട്ടിയപ്പോഴേക്കും പീഠത്തിൽ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു. അത് ഫണം വിടർത്തി. ചന്തു ഞെട്ടി പിന്നോക്കം മാറി. കാവലിരിക്കുകയാണ്. തറവാട്ടിലെ നിധിക്ക് മുമ്പിൽ. സർപ്പത്തെ അകറ്റാതെ താളിയോലക്കെട്ടും വെള്ളിച്ചെപ്പും എടുക്കാനാവില്ല. എന്തു ചെയ്യണമെന്ന് ആലോചനയിലാണ്ടു. പീഠത്തിൽ നിന്നും സർപ്പം നിലത്തേക്കിറങ്ങി. അത് ചന്തുവിന്റെ നേർക്ക് ഇഴഞ്ഞടുത്തു. ഓങ്കാര മന്ത്രവും നിലച്ചു. ഈശ്വര, ഇനി എന്തു ചെയ്യും? നെഞ്ചത്ത് കൈവച്ച് ചന്തു പരിഭ്രമിച്ചു. സർപ്പത്തിന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴൊക്കെ അത് ചന്തുവിനെ ലക്ഷ്യമാക്കി ഇഴഞ്ഞടുക്കുകയായിരുന്നു. നിലവറ ഒരു ചെറിയ മുറിയുടെ വലുപ്പമേ ഉള്ളൂ. ചന്തു അതിനകത്ത് തലങ്ങും വിലങ്ങും ഓടി. ഇതുവരെ കഷ്ടപ്പെട്ടെത്തിയത് സർപ്പദംശനമേറ്റ് മരിക്കാനാവുമോ? ഈ പറമ്പിൽ വെച്ച് വിഷം തീണ്ടില്ലെന്ന് നാഗകന്യക വരം തന്നത് ചന്തു ഓർത്തു. അങ്ങനെയാണെങ്കിൽ സർപ്പം കൊത്തട്ടെ. ചന്തു ഭിത്തിയിൽ ചാരി നിന്ന് കണ്ണടച്ചു. സർപ്പദംശനമേൽക്കുന്ന നിമിഷവും കാത്ത് ചന്തുവിന്റെ ഹൃദയമിടിപ്പ് ദ്രുതഗതിയിലായി. നിമിഷങ്ങൾ ഓരോന്ന് നീങ്ങി. ചന്തു കണ്ണു തുറന്ന് നിലത്തേക്ക് നോക്കി. നമസ്കരിക്കും മട്ടിൽ സർപ്പം ചന്തുവിന്റെ കാൽ കീഴിൽ കിടക്കുന്നു. ക്ഷണനേരം കൊണ്ട് അത് അപ്രത്യക്ഷമായി. ദീർഘനിശ്വാസത്തോടെ പീഠത്തിലേക്ക് കണ്ണോടിച്ചു. പിന്നെ അതിനടുത്തേക്ക് ചെന്നു. തെല്ലി ശങ്കയോടെ ഗ്രന്ഥക്കെട്ടിന്റെ നേർക്ക് കൈ നീണ്ടു. യാതൊരു പ്രത്യാക്രമണവും ഉണ്ടായില്ല. ആദ്യം ഗ്രന്ഥക്കെട്ടും രണ്ടാമതായി വെള്ളിച്ചെപ്പും എടുത്തതോടെ നിലവറയ്ക്കുള്ളിൽ കാറ്റുവീശി. ഓങ്കാര മന്ത്രം മുഴങ്ങി. കാറ്റിന്റെ ശക്തിയിൽ തൂക്കുവിളക്കുകൾ ഊഞ്ഞാലാടി.
ഭൂമിയുടെ അകത്ത് കനത്ത ഇരമ്പമുയർന്നു. ഭൂമി കുലുക്കത്തിനു മുമ്പുള്ള മുഴക്കം പോലെ തോന്നിച്ചു. ഇനി അധിക നേരം ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് മനസ്സ് മന്ത്രിച്ചു. ഒരുവിധം മുകളിലേക്ക് കയറി ചന്തു. ഈ സമയത്ത് നിലവറയുടെ വാതിൽ താനെ അടഞ്ഞു. നാലുകെട്ടിന്റെ അകത്ത് എവിടെയൊക്കെയോ ഇടിമുഴങ്ങുന്നത് പോലെയുള്ള ശബ്ദം. ഭിത്തിയിലെ ചിത്രങ്ങളും കസേരകളും ഒക്കെ മുഴക്കത്തിൽ ഇളകുന്നു. ചന്തു ഒരു നിമിഷം അവിടെ നിന്നില്ല. തിരിഞ്ഞു നോക്കാതെ നടന്നു. എത്രയും വേഗം തറവാടിന്റെ പുറത്തു കടക്കാൻ. ഒരുവിധം പുറത്തു കടന്ന് തെല്ലു ദൂരം ഓടിയ ചന്തു കിള്ളിമംഗലം മലയിൽ ഉഗ്ര ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഭയാനക രംഗത്തിനാണ് ചന്തു സാക്ഷ്യം വഹിച്ചത്. കിള്ളിമംഗലം മല പൊട്ടിത്തെറിക്കുന്നു. മലയുടെ പുറന്തോടെ പൊട്ടിയ പാറക്കഷ്ണങ്ങൾ ആകാശത്തോളം ഉയർന്ന് താഴേക്ക് തെറിച്ചുകൊണ്ടിരുന്നു. സ്ഫോടനത്തിൽ അന്തരീക്ഷം പൊടിപടലം കൊണ്ട് മൂടി. ചന്തു കണ്ണു ചിമ്മി. കണ്ണിൽ പൊടി കയറാതിരിക്കാൻ. യുദ്ധഭൂമിയിൽ എത്തിപ്പെട്ടതുപോലെ അപ്പോഴും പൊട്ടിത്തെറിയുടെ ശബ്ദം ഉയർന്നുകൊണ്ടേയിരുന്നു. ശബ്ദം നിലച്ചു. ചന്തു മെല്ലെ കണ്ണു തുറന്നു. രക്തചാമുണ്ടേശ്വരി! ചന്തു അറിയാതെ വിളിച്ചുപോയി. രക്തം കട്ടിപിടിച്ചതുപോലെ തോന്നി. കിള്ളിമംഗലം മല അപ്രത്യക്ഷമായിരുന്നു. കരിമ്പാറക്കൂട്ടങ്ങളും തേക്കുകാടും ഇല്ല. ആഭിജാത്യത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു നാലുകെട്ട്. പടിയും പടിപ്പുരയുമുണ്ട്. പടിപ്പുരയും കടന്നാണ് താനിപ്പോൾ നിൽക്കുന്നതെന്ന് ചന്തു മനസ്സിലാക്കി. പെട്ടെന്ന് പടിപ്പുരയിൽ ഒരു കാരണവർ പ്രത്യക്ഷപ്പെട്ടു. ചന്തുവിന് മനസ്സിലായി, മാടത്ത് തറവാട്ടിലെ ശംഭു കാരണവർ. മുമ്പൊരിക്കൽ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പഴയ തലമുറയിലെ മൂപ്പിൽ സ്ഥാനി. ചന്തു, മാടത്ത് തറവാട്ടിൽ മരിച്ചുപോയ മൂപ്പിൽ നായർ സ്ഥാനികളുടെ ആത്മാക്കൾ ഇപ്പോൾ നിന്റെ മുമ്പിൽ നിറമിഴികളോടെ പ്രണമിക്കുകയാണ്. നീ ഈ തറവാടിന്റെ ശാപമോക്ഷത്തിന് കാരണമായി. ബ്രഹ്മശാപമേറ്റ് സൂര്യകിരണം കാണാതെ നൂറ്റാണ്ടുകളായി ഇരുട്ടിൽ കഴിഞ്ഞ യഥാർത്ഥ മാടത്ത് തറവാടാണിത്. എല്ലാം ഒരു നിയോഗം, ചന്തു മെല്ലെ പറഞ്ഞു. അതെ, അതിന് ചില നിമിത്തങ്ങൾ ഉണ്ടായി. ഇന്നു മുതൽ നീ മനയിൽ ആഗ്രഹിക്കുന്നത് എന്ത് സാധിക്കും. നടക്കാത്ത കാര്യങ്ങൾ നിറവേറാൻ മാടത്ത് തറവാട്ടിലെ കാരണന്മാരെ സ്മരിച്ചാൽ മതി. ഇത് എന്റെ ജന്മപുണ്യം തന്നെ. നീ മാടത്ത് തറവാട്ടിൽ തിരിച്ചെത്തും വരെ ഞങ്ങൾ കാവലിരുന്നു കൊള്ളാം. ശാപമോക്ഷം കിട്ടിയ ഈ തറവാടിന്. വാക്കുകൾക്ക് വിധേയത്വം. താൻ വീണ്ടും മാടത്ത് തറവാട്ടിൽ തിരിച്ചെത്തുമെന്നോ? സംശയത്തോടെ ചന്തു ശംഭു കാരണവരുടെ നേർക്ക് മുഖമുയർത്തി. വല്ലതും ചോദിക്കും മുമ്പ് കാരണവർ അപ്രത്യക്ഷമായി. വലതു കൈയിലെ മാതൃകക്കെട്ടും വെള്ളിച്ചെപ്പും നെഞ്ചോട് ചേർത്ത് ഇടതു കൈയിലെ ശൂലം നിലത്തൂന്നി യുദ്ധത്തിൽ ജയിച്ച സേനാനായകന്റെ ഭാവത്തിൽ ചന്തു നടന്നു മാടത്ത് മൂപ്പിൽ നായരുടെ വീട്ടിലെത്താൻ. ഇനിയാണ് അവശേഷിച്ച ജോലികൾ ചെയ്തു തീർക്കാനുള്ളത്. കുറുനരികൾ ഓലിയിടുന്ന ശബ്ദമുയർന്നു. കടവാവലുകൾ തലയ്ക്ക് മുകളിലൂടെ പറന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ ചന്തു നടന്നു നീങ്ങി. പുഴവക്കത്താണ് യാത്ര അവസാനിച്ചത്. കുലംകുത്തി ഒഴുകുന്ന പുഴ. ഇക്കരെ എത്താൻ പ്രത്യുപകാരമായി ചെറുനീലി തുണച്ചു. ഇനി അക്കരെ കിടക്കുന്നതെങ്ങനെ? ഒരു മാർഗവും മനസ്സിൽ തെളിഞ്ഞില്ല. ചന്തു നാലുപാടും കണ്ണോടിച്ചു. പിന്നെ മിഴി ചിമ്മി പ്രാർത്ഥിച്ചു. മാടത്ത് തറവാട്ടിലെ ഗുരു കാരണവന്മാരെ, ഒരു മാർഗം അരുളേണമേ. ഇടതു കൈയിലെ ശൂലം പുഴയ്ക്ക് നേരെ നീട്ടി ചന്തു. അടുത്ത നിമിഷം ശൂലത്തിന് നീളവും വീതിയും വെച്ചു. അത് ജലവിധാനത്തിന് മീതെ വെച്ചു. ഒരു ഇരുമ്പു പാലമായി മാറി ചന്തുവിന്റെ ശൂലം. ചന്തു പാലത്തിലൂടെ കടന്നു. മറുകരയിൽ എത്തിയ ചന്തു പിന്നെയും മിഴിച്ചിമ്മി ധ്യാനിച്ചു. പാലം അപ്രത്യക്ഷമായി. നീട്ടിയ ഇടതുകൈയിൽ ശൂലം പ്രത്യക്ഷപ്പെട്ടു. ചന്തു മാടത്ത് തറവാട്ടിലേക്ക് നടന്നു. മാടത്ത് തറവാട്ടിൽ ഇതേ സമയത്ത് ഇത്രയും സംഭവം ഗുരുതിയിൽ നോക്കിക്കാണുകയായിരുന്നു മൂപ്പിൽ നായർ. അർച്ചനയ്ക്ക് കൊണ്ടുവന്ന പൂക്കളാൽ പീഠം മൂടിയിരുന്നു. ആശ്വാസത്തോടെ മൂപ്പിൽ നായർ തൊഴുതെഴുന്നേറ്റു. ഉമ്മറത്തേക്ക് വന്നു. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി മെല്ലെ നടന്നു. ദീപം ദീപം. സന്ധ്യാദീപവുമായി ദേവു ഉമ്മറത്തേക്ക് വന്നു. ഇറയത്ത് തൂങ്ങുന്ന തൂക്കുവിളക്കിലെ തിരിയിൽ അഗ്നി പകർന്ന് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. ചെമ്പട്ട് വിരിച്ചതുപോലെ സന്ധ്യയ്ക്ക് ഹൃദ്യമായ ഭംഗി. മൂപ്പിൽ നായർ എതിരെ വന്നു. അയാൾ മകളുടെ മുഖത്തേക്ക് നോക്കി. നിനക്കെന്താ മുഖത്തിനൊരു മ്ലാനത? അയാൾ ചോദിച്ചു. ഒന്നുമില്ലച്ചാ. അത് വെറുതെ. എനിക്ക് വായിക്കാൻ പറ്റും എന്റെ കുഞ്ഞുമോടെ മുഖം.
ചന്തോട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാ. അവൾ മുഖം കുനിച്ച് മെല്ലെ പറഞ്ഞു. ഭയക്കാതിരിക്കുക. ചന്തുവിന് ഒരാപത്തും സംഭവിക്കില്ല. അച്ഛനല്ലേ പറയണേ. അവൾ മൂപ്പിൽ നായരുടെ നേർക്ക് മുഖമുയർത്തി. മകളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് അയാൾ കണ്ടു. മനസ്സിന് ധൈര്യം കൊടുക്കുക. അതിന് കഴിയണില്ല. കഴിയണം. പൊയ്ക്കോളൂ. ദേവു തല കുലുക്കി കാവിലേക്ക് നടന്നു. മൂപ്പിൽ നായർ ഉമ്മറത്തേക്കും. കാവിലെ കൽവിളക്കിൽ തിരി തെളിയിച്ച് തറയിലേക്ക് നോക്കി അവൾ പ്രാർത്ഥിച്ചു. ചന്തോട്ടനെ കാത്തോളണേ. ഈ സമയത്ത് ചന്തു കാവിലേക്ക് നടന്നടുക്കുകയായിരുന്നു. ചന്തുവിന്റെ ആഗമനം അവൾ അറിഞ്ഞിട്ടില്ല. ചന്തു ദേവുവിന്റെ തൊട്ടു പിന്നിൽ നിന്നു. നിലവിളക്കുമായി തിരിഞ്ഞ അവൾ കണ്ടു ചന്തോട്ടനെ. ചന്തോട്ടാ! ദേവുവിന്റെ മനസ്സിൽ സന്തോഷം തിരതല്ലി. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചതേ ഉള്ളൂ ചന്തോട്ടന് വേണ്ടി. തീർച്ചയായും നിന്റെ പ്രാർത്ഥന സഫലീകരിച്ചു. ബുദ്ധിമുട്ടുകൾ വല്ലതും? വരൂ, പറയാം. ചന്തുവും ദേവും മുറ്റത്തേക്ക് നടന്നു. സംഭവിച്ചതൊക്കെ വിസ്തരിച്ചു പറഞ്ഞു. അതിശയം തന്നെ. ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ദേവു പറഞ്ഞു. അവർ ഉമ്മറത്തേക്ക് കയറി. അച്ഛാ, ചന്തോട്ടം വന്നു, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മൂപ്പിൽ നായർ ഉമ്മറത്തേക്ക് വന്നു. താളിയോലക്കെട്ടും നാഗമാണിക്യ ചെപ്പും മൂപ്പിൽ നായരുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ചന്തു അയാളുടെ പാദങ്ങൾ തൊട്ടു വണങ്ങി. ഭയങ്കര സംഭവങ്ങളുണ്ടായി, ചന്തു പറഞ്ഞു. വിസ്തരിക്കണമെന്നില്ല. നിനക്ക് വേണ്ടി ഇതുവരെ ഉപാസനാമൂർത്തിക്ക് പുഷ്പാർച്ചന നടത്തുകയായിരുന്നു. ഗുരുതിയിൽ എല്ലാ സംഭവങ്ങളും ഞാൻ കണ്ടു. അച്ഛൻ എന്നെ കാണിച്ചില്ല, ദേവു പരിഭവിച്ചു. ഞാൻ വിളിക്കാതിരുന്നതാണ്. പൂജാ സമയത്ത് എനിക്ക് മിണ്ടാനും വയ്യല്ലോ. മാത്രല്ല, ആ സംഭവങ്ങൾ കണ്ട നിന്റെ സമനില പോവും, തെറ്റിപ്പോവും കുട്ടി. അയാൾ മകളെ നോക്കി പറഞ്ഞു. കുളിക്കണം, അല്പനേരം വിശ്രമിക്കണം, വല്ലാത്ത ക്ഷീണം, ചന്തു മൂപ്പിൽ നായരോട് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനിത് മച്ചിൽ സൂക്ഷിക്കട്ടെ. ഗ്രന്ഥക്കെട്ടും നാഗമാണിക്യ ചെപ്പുമായി മൂപ്പിൽ നായർ മച്ചിനടുത്തേക്ക് നടന്നു. കുളി കഴിഞ്ഞെത്തി ഉമ്മർത്ത് വിശ്രമിക്കുന്ന ചന്തുവിന്റെ അടുത്തേക്ക് മൂപ്പിൽ നായർ വന്നു. അയാളുടെ കയ്യിൽ ഗ്രന്ഥക്കെട്ടുണ്ടായിരുന്നു. ചന്തു, അയാൾ വിളിച്ചു. ചന്തു മുഖമുയർത്തി. മൂപ്പിൽ നായർ ചന്തുവിന്റെ നേർക്ക് ഗ്രന്ഥം നീട്ടിയിട്ട് പറഞ്ഞു. തൃക്കണാപുരം മനയിലെ ദമ്പതി രക്ഷസുകളെ ബന്ധിക്കാനുള്ള മന്ത്രതന്ത്രങ്ങൾ ഈ താളിയോലക്കെട്ടിൽ 21-ാമത്തെ ഓലയിലുണ്ട്. ചന്തു ഗ്രന്ഥക്കെട്ട് വാങ്ങി. അച്ഛനെ മോചിപ്പിക്കണം, ദമ്പതി രക്ഷസിനെ തളയ്ക്കണം. അതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ദമ്പതി രക്ഷസിനെ തളച്ചുകൂടെ? ആവാം. ചന്തു താളിയോലക്കെട്ട് അഴിച്ചു. നിലവിളക്കിന്റെ മുന്നിലിരുന്ന് ഭക്തിയോടെ വേണം ഗ്രന്ഥം തുറക്കാൻ, മൂപ്പിൽ നായർ ഉപദേശിച്ചു. ചന്തു അനുസരിച്ചു. മുറിയിൽ നിലവിളക്ക് തെളിഞ്ഞു. പുൽപ്പായയിൽ ഇരുന്നിട്ട് ഗ്രന്ഥക്കെട്ട് തുറന്നു. 21-ാമത്തെ ഓലയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ആഭിചാരക്രിയയിലൂടെ ദമ്പതി രക്ഷസുകളെ തളയ്ക്കാൻ ശ്രമിച്ചാൽ ദമ്പതി രക്ഷസുകൾ കോപിക്കും. അവരെ പിണക്കിയാൽ ബുദ്ധിമുട്ടാണ്. ശുദ്ധകർമ്മത്തിൽ തളയ്ക്കാനുള്ള മന്ത്രവും വഴികളും ഓലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓലയിലെ മന്ത്രതന്ത്രങ്ങൾ ചന്തു മനസ്സിലുറപ്പിച്ചു. ആദരവോടെ ഗ്രന്ഥം മടക്കി തൊഴുതെണീറ്റു. തൊട്ടു പിന്നിൽ മൂപ്പിൽ നായർ. കണ്ടുവോ? അയാൾ ചോദിച്ചു. കണ്ടു, വായിച്ചു, മനസ്സിലാക്കി. വൈകിക്കണ്ട. ഇനിയും നിന്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ദ്രുതഗതിയിൽ നടക്കാനിരിക്കുന്നു. ചന്തു ഗ്രന്ഥക്കെട്ട് മൂപ്പിൽ നായർക്ക് തിരികെ കൊടുത്തു. നാളെ തന്നെ തൃക്കണാപുരം മനയിലേക്ക് പോകാം, അല്ലേ? അതെ. ദമ്പതി രക്ഷസുകളെ ബന്ധിക്കാൻ നാളെ രാവിലെ തന്നെ പുറപ്പെട്ടോളൂ. രക്ഷസിനെ തളയ്ക്കാതെ മാടത്ത് തറവാട്ടിലേക്ക് തിരിച്ചെത്തരുത്. മൂപ്പിൽ നായരുടെ ഉഗ്രശാസനയായിരുന്നു അത്. ഇങ്ങനൊരു പ്രതികരണം ആദ്യത്തേതാണ്. ചന്തു മൂപ്പിൽ നായരുടെ മുഖത്തേക്ക് നോക്കി. മൂപ്പിൽ നായരുടെ കണ്ണുകളിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നത് കണ്ട് ചന്തു നടുങ്ങിപ്പോയി. പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ? അകത്തേക്ക് കടന്നു വന്ന് മൂപ്പിൽ നായർ ഓർമ്മിപ്പിച്ചു. ഒക്കെ ഓർമ്മയുണ്ട്, ചന്തു വിനയം കൊണ്ടു. ദമ്പതി രക്ഷസുകളെ തളയ്ക്കാൻ തൃക്കണാപുരം മനയിലേക്കുള്ള ഒരുക്കത്തിനിടയിലാണ് മൂപ്പിൽ നായർ അങ്ങോട്ട് വന്നത്. മാറാനുള്ള വസ്ത്രങ്ങളും രക്ഷസുകളെ തളയ്ക്കാൻ മരപ്പാവയും ഭാണ്ഡത്തിലാക്കുകയായിരുന്നു ചന്തു. പരശുരാമൻ കേരളത്തിൽ കുടിപാർപ്പിച്ച മാന്ത്രിക കുടുംബങ്ങളുണ്ട്. സൽമന്ത്രവാദികളും ദുർമന്ത്രവാദികളും. അവരെക്കാൾ ഒരു പടി മുന്നിലാണ് മാടത്ത് തറവാടിന്റെ മാന്ത്രിക പാരമ്പര്യം. ഉപാസനയുടെ ഫലമായി കാരണവർമാർക്ക് കിട്ടിയ സിദ്ധി. തറവാടിന്റെ അനുഗ്രഹം വാങ്ങി മന്ത്രവാദത്തിനിറങ്ങുന്ന ആരും പരാജയപ്പെടരുത്.
അത് തറവാടിന്റെ നിയമമാണ്. പരാജയഭീതി എനിക്ക് ഒട്ടുമില്ല. ചന്തുവിന്റെ ചുമലിൽ പിടിച്ച് മൂപ്പൻ നായർ ആത്മഗതം എന്നോണം പറഞ്ഞു. നിന്റെ ആത്മധൈര്യത്തിനു മുമ്പിൽ തീർച്ചയായും ദമ്പതി രക്ഷസുകൾ പതറും. എനിക്ക് തോന്നുന്നു രക്ഷസുകൾ നിനക്ക് വഴങ്ങുമെന്ന്. അതനുസരിച്ചാൽ അവരുടെ ആഗ്രഹപ്രകാരം ചെയ്യും. ചന്തു, നിന്റെ തീരുമാനം ഉചിതം. പറയേണ്ടതൊക്കെ പറഞ്ഞു. ഇനി താമസിപ്പിക്കണ്ട. മൂപ്പിൽ നായർ ഉമ്മറത്തേക്ക് മടങ്ങി. ഒരുക്കത്തിനിടയിലും ചന്തുവിന്റെ കണ്ണുകൾ ആരെയോ പരതി. അമ്പലത്തിൽ തൊഴുതു മടങ്ങിയ ദേവു പ്രസാദവുമായി മുറിയിലെത്തി. എത്ര നേരായി നോക്കണു, ഇത്ര നേരായിട്ട് എവിടെയായിരുന്നു? ചന്തു പരിഭവിച്ചു. ദമ്പതി രക്ഷസുകളെ തളയ്ക്കാൻ ചന്തുവേട്ടന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയതാ. അവൾ കയ്യിലെ പ്രസാദം എടുത്ത് ചന്തുവിന്റെ നെറ്റിയിൽ കുറി തൊടുവിച്ചു. മടക്കം? ദേവു ചന്തുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. രക്ഷസുകളെ തളച്ച പിന്നെ ക്ഷണത്തിൽ തിരിച്ചു പോരും. അതിനുശേഷം അച്ഛനെ നിലവറയിൽ നിന്ന് മോചിപ്പിക്കണം. ഒരു വലിയ അധ്യായത്തിന്റെ അവസാനം. പിന്നെ? അവൾ ചന്തുവിനെ ഓട്ടക്കണ്ണിട്ട് നോക്കി. അതിന്റെ അർത്ഥം മനസ്സിലായ ചന്തു അവളുടെ ഇരു ചുമലുകളിലും കൈവച്ചിട്ട് പറഞ്ഞു, മറന്നിട്ടില്ല. ഒക്കെ യോഗഭാഗ്യം പോലെ നടക്കും. കാത്തിരിക്കും. പ്രാർത്ഥനയോടെ. ദേവു മന്ത്രിക്കും മട്ടിൽ പറഞ്ഞു. ഭാണ്ഡൻ ചുമലിൽ തൂക്കിയും കാരിനബു ശൂലം വലം കൈയിൽ എന്തിയും ചന്തു നടന്നു. ദേവു അനുഗമിച്ചു. മൂപ്പൻ നായർ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു. ഉമ്മറത്തേക്ക് വരുന്ന ചന്തുവിനെ കണ്ട് അയാൾ എഴുന്നേറ്റു. ഇപ്പൊ ഇറങ്ങിയ സന്ധ്യയ്ക്ക് മുമ്പ് കർമ്മം തുടങ്ങാനാവും. ചന്തു മൂപ്പൻ നായരുടെ മുഖത്തേക്ക് നോക്കി. വൈകിക്കണ്ട, മൂപ്പൻ നായർ പറഞ്ഞു. അനുഗ്രഹിക്കണം, മനസ്സ് നിറഞ്ഞ്. ചന്തു മൂപ്പൻ നായരുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. അയാൾ അവന്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. മുറ്റത്തേക്ക് ഇറങ്ങുന്ന ചന്തു കണ്ണിൽ നിന്നും അറിയോളം അവർ നോക്കി നിന്നു. ചന്തു, അവൻ ഗുരുത്വമുള്ളവനാ, മൂപ്പിൽ നായർ ദീർഘനിശ്വാസത്തോടെ ആരോടും നില്ലാതെ പറഞ്ഞു. ചന്തുവിനെ പ്രശംസിക്കുന്ന അച്ഛനെ തെല്ലു നാണത്തോടെ പതുക്കെ മുഖമുയർത്തി നോക്കിയ ശേഷം വേഗം ഇടനാഴിയിലേക്ക് നടന്നു. കത്തിയെരിയുന്ന സൂര്യൻ, നീലമാനത്ത് വെളുത്ത കാർമേഘ തുണ്ടുകൾ. താഴെ നടന്നു വരുന്ന ചന്തു തൃക്കണാപുരം മനയിലെത്താൻ നടക്കുകയാണ്. കുന്നിൻ ചെരുവിലൂടെ, ഇടവഴിയിലൂടെ, പാടവരമ്പത്തുകൂടെ. തൃക്കണാപുരം മനയുടെ പടിപ്പിരിക്കുമിപ്പുറം ചന്തു നിന്നു. അപ്പോഴേക്കും സന്ധ്യാസമയമെത്തി. പടിഞ്ഞാറ മാനത്ത് സിന്ദൂരച്ചെപ്പ് മറിഞ്ഞതുപോലെ കാർമേഘങ്ങൾ. ചന്തു കണ്ണു ചിമ്മി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് കാറ്റ് ചൂളം വിളിച്ചെത്തി. അതിന്റെ ശക്തിയിൽ ചന്തുവിന്റെ തലമുടിയും വസ്ത്രവും പാറിക്കളിച്ചു. എങ്ങു നിന്നോ കുറുനരികൾ ഓരിയിട്ടു. കടവാവലുകൾ തലയ്ക്ക് മുകളിലൂടെ ചിറകടിച്ച് പറന്നു. ഒരു വൻവൃക്ഷം കടപുഴകി വീണു. കണ്ണു തുറന്ന് ചന്തു വൃക്ഷം വീണ ദിക്കിലേക്ക് നോക്കി മന്ദഹസിച്ചു. അന്തരീക്ഷത്തിൽ പൊട്ടിച്ചിരി ഉയർന്നു. ഒരു പെണ്ണിന്റെ ചിരി. മതിയാക്കിയില്ലേ നിന്റെ അഹങ്കാരം? അന്തരീക്ഷത്തിലേക്ക് കണ്ണുവായിച്ച് ചന്തു ഉറക്കെ ചോദിച്ചു. പടിപ്പുര കിടക്കാതെ തിരിച്ചു പോകുന്നതാണ് നിനക്ക് നല്ലത്. സ്ത്രീ ശബ്ദം അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു. ഹേ സ്ത്രീ രക്ഷസേ, നിന്നെയും നിന്റെ ഭർത്താവ് പുരുഷ രക്ഷസിനെയും ഉന്മൂലനം ചെയ്യാതെ ഞാൻ മടങ്ങില്ല. ഞങ്ങളെ നിശ്ചലമാക്കിയ നിന്നെ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും. ഇന്നത്തെ രാവിൽ ഞങ്ങളുടെ കോപാഗ്നിയിൽ നീ വെന്ത് ചാരമാവും. കാണട്ടെ ഞാൻ നിങ്ങളുടെ ശക്തി. ചന്തു പടിപ്പുരയിലേക്ക് കാലെടുത്ത് വച്ചു. എങ്ങു നിന്നോ പ്രണവ മന്ത്രം മുഴങ്ങി. അത് കാറ്റിന്റെ ആരവമായിരുന്നു. പടിപ്പുരയും കടന്ന് ചന്തു മുറ്റത്തെത്തി. പൂമുഖവിട്ടത്തിൽ തൂക്കുവിളക്ക് കത്തുന്നുണ്ട്. ചാരുകസേര ശൂന്യം. പൂമുഖത്തേക്കുള്ള വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. പൂമുഖത്തിണ്ണയിൽ ഒരു ഓട്ടുകിണ്ടി. ചന്തു കോളിംഗ് ബെല്ലടിച്ച് കാത്തുനിന്നു. പൂമുഖവാതിൽ തുറക്കപ്പെട്ടു. രുദ്രൻ നമ്പൂതിരി പുറത്തേക്ക് വന്നു. അല്ല, ശിവ ശിവ, ഇങ്ങോട്ട് കേറിക്കോളൂ. ചന്തു വന്നത് കണ്ട് രുദ്ര നമ്പൂതിരിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. കിണ്ടിയിലെ വെള്ളം കൊണ്ട് പാദം ശുചിയാക്കുന്നതിനിടയിൽ ചന്തു ചോദിച്ചു, പ്രത്യേകിച്ച് അസ്കിതകളൊന്നും ഉണ്ടായില്ലയോ? ഇല്ല, രക്ഷസ് ബാധിച്ച വീടാണെന്ന പരിഭ്രമം പോലും ഇല്ലാണ്ടായി. ഒടുവിൽ കെട്ടിയ രക്ഷാതഴിന്റെ ശക്തി അപാരം. ചന്തു പൂമുഖത്തേക്ക് കയറി. ഇതേ സമയത്ത് അകത്തെ ഒരു മുറിയിൽ കിടക്കയിൽ ഇരുന്നും കിടന്നും പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ചന്ദ്രയും നവ്യയും ദേവതയും.
ഏതോ ശക്തിക്ക് അടിമപ്പെട്ടവരെ പോലെ ചന്ദ്രയും നവ്യയും ഞെട്ടി എഴുന്നേറ്റു. പുസ്തകം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഉഗ്രശ്വാസത്തിൽ കിതച്ചു. ദേവതി പരിഭ്രമിച്ചു. നിങ്ങൾക്കിത് എന്തു പറ്റി? അവൾ അവരെ നോക്കി ചോദിച്ചു. ചന്ദ്രയും നവ്യയും ദേവതിയെ തുറച്ചു നോക്കി. തുളച്ചു കയറുന്ന നോട്ടമേറ്റ് അവൾ പേടിച്ചുപോയി. അടുത്ത നിമിഷം അവർ വിറയ്ക്കുന്നതും കിടക്കയിലേക്ക് ബോധം കെട്ട് വീഴുന്നതും കണ്ട ദേവതി അവരുടെ അടുത്ത് ചെല്ലാൻ പോലും ഭയപ്പെട്ടു. വല്യ തിരുമേനി! ചെവി പൊത്തി അലറിക്കൊണ്ട് അവൾ മുറിയിൽ നിന്നും പുറത്തേക്കോടി. ചന്തു പൂമുഖത്തെ കസേരയിലിരുന്നു. ചാരുകസേരയിൽ രുദ്ര നമ്പൂതിരിയും. ഈ സമയത്ത് ദേവതി കിതച്ചുകൊണ്ട് അവിടേക്ക് ഓടിയെത്തി. എന്താ കുട്ടിയെ അങ്ങനെ പരിഭ്രമിക്കണേ? രുദ്ര നമ്പൂതിരി ദേവതിയെ നോക്കി. വല്യ തിരുമേനി, ചന്ദ്രയും നവ്യയും ബോധം കെട്ട് വീണു, അവൾ കിതപ്പോടെ പറഞ്ഞു. ഈശ്വരാ! നെഞ്ചത്ത് കൈവച്ചു രുദ്ര നമ്പൂതിരി അന്താളിപ്പോടെ. എഴുന്നേൽക്കാൻ ശ്രമിച്ച നമ്പൂതിരിയുടെ നേർക്ക് ചന്തു കൈ ഉയർത്തി. ഇപ്പോ അങ്ങോട്ട് ചെല്ലരുത്. ബോധം കെട്ട് വീണ കുട്ടിയോള്. ഞാൻ തൃക്കണാപുരം മനയുടെ പടിപ്പുര കടന്നാൽ പ്രതീക്ഷിച്ചത് ബോധക്കേടിന്റെ വൃത്താന്തമായിരുന്നില്ല. ചന്തു, എന്തൊക്കെയാണ് ഈ പറയണേ? നമുക്ക് ഒന്നും മനസ്സിലാവണില്ല. അങ്ങ് മനസ്സിലാക്കാത്ത ചിലതൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ വന്നുവെന്ന് അറിഞ്ഞതാണ് മോഹാലസ്യത്തിന് കാരണം. ചന്തു വന്നത് അവരറിഞ്ഞിട്ടില്ലാലോ. രുദ്രൻ നമ്പൂതിരി കൈമലർത്തി. അതിനിടയിൽ ശങ്കരൻ നമ്പൂതിരിയും അന്തർജനവും പൂമുഖത്തെത്തി. പൂമുഖത്തിണ്ണയോളം വന്ന് കാര്യസ്ഥൻ രാമൻ നായർ നിന്നു. ചന്തു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നത് ചന്ദ്രയും നവ്യയും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അവരിൽ സന്നിവേശിച്ച ദമ്പതി രക്ഷസുകൾ അറിഞ്ഞിരിക്കുന്നു. ഒന്ന് തെളിയിച്ചു പറയാ. രുദ്ര നമ്പൂതിരി ഭീതിയോടെ തിടുക്കപ്പെട്ടു. മനയിലെ അംഗങ്ങളിൽ സന്നിവേശിച്ചിട്ട് അവരിലൂടെ പ്രതികാരം ചെയ്യാനാണ് ദമ്പതി രക്ഷസുകൾ തീരുമാനിച്ചത്. അതിനായി അവർ ചന്ദ്രയുടെയും നവ്യയുടെയും ദേഹത്തിൽ കൂടിയിട്ട് ഏറെ നാളുകൾ പിന്നിട്ടു. കേട്ടിട്ട് ഭയമാവണോ? രുദ്ര നമ്പൂതിരിയുടെ ഭയം നിറഞ്ഞ കണ്ണുകൾ ചന്തുവിന്റെ നേർക്ക്. അരുതാത്തത് സംഭവിക്കാതിരിക്കാനാണ് അന്ന് ഞാൻ ഇവിടെ എത്തിയത്. തകിടും ചരടും കെട്ടിയതും അതിന് തന്നെ. അല്ലെങ്കിൽ അവർ ഈ മനയുടെ ആണിക്കല്ല് വരെ പിഴുതെടുത്തേനെ. ആ കുട്ടികളുടെ മേത്ത് ഇപ്പോഴും ബാധയുണ്ടോ? ശങ്കരൻ നമ്പൂതിരി ചോദിച്ചു. ഉവ്, അവർ നിശ്ചലാവസ്ഥയിലാണ്. ഇന്ന് ഞാൻ അവരെ സ്വതന്ത്രരാക്കി കളത്തിൽ വരുത്തും. ദേവതി അന്തർജനത്തിന്റെ അടുത്തേക്ക് ഒട്ടി നിന്നു ഭയത്തോടെ. ഒക്കേറ്റിനും ഒരു അവസാനം ഉണ്ടാവില്ലേ? രുദ്ര നമ്പൂതിരി ചന്തുവിന്റെ നേർക്ക് മുഖമുയർത്തി. തൃക്കണാപുരം മനയുടെ ഇന്നത്തെ രാവ് എനിക്കുള്ളതാണ്. കണ്ടാടിയാൽ ദമ്പതി രക്ഷസുകളെ ഞാൻ കൊണ്ടാടും. അല്ലെങ്കിൽ ചന്തു അർദ്ധോക്തിയിൽ നിർത്തിയിട്ട് രുദ്രൻ നമ്പൂതിരിയുടെ നേർക്ക് തിരിഞ്ഞു. തിരുമേനി പേടിക്കണ്ട. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ മനയിൽ ദമ്പതി രക്ഷസുകൾ ഉണ്ടാവില്ല. ഒരിക്കലും അവർ നിങ്ങളെ തേടി എത്തുകയുമില്ല. ചന്തു ശൂലവും പാണ്ഡവും കയ്യിലെടുത്തു. കർമ്മം ചെയ്യാൻ എനിക്കൊരു മുറി ഒരുക്കി തരൂ. വന്നോളൂ. രുദ്രൻ നമ്പൂതിരി ഇടനാഴികയിലേക്ക് നടന്നു. പിന്നാലെ ചന്തുവും. അവർ അടഞ്ഞ വാതിലിന്റെ മുമ്പിലെത്തി. കടന്നു നോക്കൂ, ഈ മുടി മതിയാവില്ലെന്ന് വാതിൽപ്പാളികൾ തള്ളി തുറന്നിട്ട് രുദ്രൻ നമ്പൂതിരി ചോദിച്ചു. ചന്തു മുറിക്കുള്ളിൽ കടന്ന് ലൈറ്റിട്ടു. വിശാലമായ ഒരു മുറി. ഇത് മതി. മന്ത്രവാദത്തിന് കുറച്ച് സാധനങ്ങൾ ഉടനെ എത്തിക്കണം. ചാർത്ത് തന്നോളൂ. രാമനെ അയച്ച് എല്ലാം ഏർപ്പാടാക്കി തരാം, രുദ്രൻ നമ്പൂതിരി പറഞ്ഞു. ഭാണ്ഡത്തിൽ നിന്ന് ഒരു കുറിപ്പെടുത്ത് ചന്തു നമ്പൂതിരിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ എഴുതാത്ത ഒന്നുകൂടി വേണം. മനയുടെ തെക്കേ പറമ്പിൽ മാവിന്റെ വിറകുകൊണ്ട് 2 ചിതയ്ക്കുള്ള ഒരുക്കവും. ഓ, ചെയ്തോളാം. ചന്തു കുളി കഴിഞ്ഞെത്തിയപ്പോഴേക്കും മന്ത്രവാദത്തിനുള്ളതൊക്കെ മുറിയിൽ നിറഞ്ഞിരുന്നു. 2 മൺകുടങ്ങൾ, 101 ഇരുമ്പാണി, പൂജാപുഷ്പങ്ങൾ, നാക്കിലയും പഞ്ചപത്മം വരയ്ക്കാനുള്ള പൊടികളും, കിണ്ടിയും വിളക്കുകളും ഇഷ്ടികയും കട്ടകളും ഒക്കെയുണ്ട്. ചന്തു എല്ലാറ്റിനേക്കും കണ്ണോടിച്ചു. ഭാണ്ഡം അഴിച്ച് അതിൽ നിന്നും 2 മരപ്പാവകൾ പുറത്തെടുത്തു വച്ചു. ഒക്കെ ആയില്ലേ? രുദ്രൻ നമ്പൂതിരി അകത്തേക്ക് തലയിട്ട് ചോദിച്ചു. ചന്തു വാതിൽക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, മതി. മന്ത്രവാദം ചെയ്യണ മുറിയിൽ ചന്ദ്രയും നവ്യയും മാത്രം മതി. തിരുമേനിയോ വേറെ ആരെങ്കിലുമോ ഈ മുറിയുടെ പരിസരത്ത് ഉണ്ടാവരുത്. ബാധ ഒഴിഞ്ഞു കിട്ടിയാ മതി. ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. പോരെ? കർമ്മം തുടങ്ങുമ്പോ
ഈ മുറിയിൽ കരച്ചിലോ അട്ടഹാസമോ ഒക്കെ കേട്ടെന്ന് വരും. ഭയപ്പെട്ട് ഓടി വരാൻ പാടില്ല. ഉവ്. രുദ്രൻ നമ്പൂതിരി തിരിച്ചുപോയി. പെട്ടെന്ന് വാതിൽപ്പാളികൾ അടഞ്ഞു. ഉത്കണ്ഠ നിറഞ്ഞ ഒരു രാത്രിയുടെ തുടക്കം. എന്തും സംഭവിക്കാവുന്ന അവസ്ഥ. തൃക്കണാപുരം മനയിൽ നിറഞ്ഞത് ഭീതി നിറഞ്ഞ നിശബ്ദത മാത്രം. 3 നിലവിളക്കുകളിൽ 7 തിരിയിട്ടു. കണ്ണു ചിമ്മി മന്ത്രം ജപിച്ച ചന്തു മിഴി തുറന്നതും നിലവിളക്കുകൾ തിരി തെളിഞ്ഞതും ഒരേ സമയത്ത്. ഇഷ്ടിക വെച്ച് ഹോമകുണ്ഡം ഒരുങ്ങി. അതിലെ വിറക് കനലുകളായി. പഞ്ചപത്മം വരച്ചു. പുൽപ്പായ നിവർത്തി. ചന്തു മന്ത്രവാദം തുടങ്ങി. പത്മത്തിൽ മരപ്പാവുകൾ വെച്ച് പുഷ്പാർച്ചന നടത്തി. ഹോമകുണ്ഡത്തിൽ പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ചു. ചന്തുവിന്റെ മനസ്സ് മുഴുവൻ മന്ത്രവാദത്തിന്റെ ഏകാഗ്രതയിലായി. കർമ്മം ചെയ്യുന്ന ചന്തുവിന്റെ ശരീരം വിയർത്തു. നിലവിളക്കിൽ നിന്നും കൊളുത്തിയ പന്തം നീട്ടിപ്പിടിച്ച് ഉറക്കെ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ സന്നിവേശിച്ച ദമ്പതി രക്ഷസുകളെ, പഞ്ചപത്മത്തിനു മുമ്പിൽ വരിക. ചന്തു പന്തത്തിന്റെ നേർക്കൂതി. അതിൽ നിന്നും അഗ്നിയുടെ ഒരു ധാര പ്രവഹിച്ചു. ചന്ദ്രയും നവ്യയും കിടക്കുന്ന മുറിയിലേക്ക് അഗ്നിസ്ഫുലിംഗങ്ങൾ കയറി വന്നു. ഫണവിഴർത്തിയ വിഷനാഗത്തെ പോലെ. അതിന്റെ അഗ്രഭാഗം 2 ശിഖകളായി പിളർന്ന് ചന്ദ്രയെയും നവ്യയെയും സ്പർശിച്ച് അപ്രത്യക്ഷമായി. തീക്കൊള്ളി കുത്തേറ്റതുപോലെ ചന്ദ്രയും നവ്യയും പിടഞ്ഞെണീറ്റു. അസഹ്യമായ വേദനയിൽ പിടഞ്ഞു. നിൽക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പാദം നിലത്തുറയ്ക്കുന്നില്ല. നിന്നിടത്ത് നിന്ന് ആടി. തലയിട്ട് വീശി. ഉഗ്രനിശ്വാസങ്ങളും ഞരക്കവും ഉയർന്നു. അദൃശ്യ ശക്തി അവരെ വാതിലിനടുത്തേക്ക് പിടിച്ചു വലിച്ചു. അവർ കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് അലറി, ഇല്ല, ഞങ്ങൾ വരില്ല. ചന്ദ്രയുടെയും നവ്യയുടെയും ചെറുത്തുനിൽപ്പ് അദൃശ്യ ശക്തിയുടെ മുമ്പിൽ വില പോയില്ല. മുന്നോട്ടും പിന്നാക്കവും ആടിയുലഞ്ഞ് അവർ വാതിലിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ചന്ത് 2 ഇരുമ്പാണിയും പുഷ്പവും ഇരു കൈയിലും പകുത്തു പിടിച്ച് ധ്യാനിച്ച് ഇടതു കൈയിലെ പുഷ്പവും ആണിയും വലതു കൈയിലേക്ക് മാറ്റി പത്മത്തിന്റെ മധ്യഭാഗത്ത് സമർപ്പിച്ചു. പെട്ടെന്ന് വാതിൽപ്പാളികൾ ഇളകി. അത് മലർക്കെ തുറക്കപ്പെട്ടു. ആരോ പിടിച്ചു തള്ളിയതുപോലെ നവ്യയും ചന്ദ്രയും മുറിയിലേക്ക് വന്നു. അവർ ഇളകി ആടി. പത്മത്തിനു മുമ്പിൽ ഇരിക്ക്, ചന്തു ആജ്ഞാപിച്ചു. അവർ ചന്തുവിനെ ദഹിപ്പിക്കും വിധം നോക്കി. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. ചിരിച്ചു മയക്കണ്ട. കാളിയാട്ട ചന്തു പറഞ്ഞത് അനുസരിക്ക്. ദുർമന്ത്രവാദി, നീ ഞങ്ങളെ നീചകർമ്മത്തിൽ ഉന്മൂലനം ചെയ്യും അല്ലേ? അതെ, നിങ്ങൾക്കുള്ള ചിത തെക്കേ പറമ്പിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ലക്ഷ്യം കാണാതെ നിന്റെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കില്ല. ചന്ദ്ര പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവൾ നിലവിളക്കിൻ തിരികളിലേക്ക് നോക്കിയിട്ട് ശക്തിയായി ഊതാൻ തുടങ്ങി. നിലവിളക്കിലെ ദീപം ഒന്ന് പാളിയതുപോലുമില്ല. പരാജയ ഭീതിയോടെ ചന്ദ്രയും നവ്യയും പല്ല് ഞെരിച്ചു. ഈ കത്തുന്ന തിരികള് തീപ്പെട്ടി ഉരച്ച് കത്തിച്ചതല്ല, അരണി കടഞ്ഞെടുത്തതുമല്ല. കാളിയാട്ട ചന്തു മന്ത്രശക്തിയാൽ കൊളുത്തിയതാണ്. അത് കെടുത്താനുള്ള ശക്തിയൊന്നും ദമ്പതി രക്ഷസുകളെ നിങ്ങൾക്കില്ല. ചന്തു, നീ പറയുന്നത് പോലെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം, ചന്ദ്ര പറഞ്ഞു. ചന്തു പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, കണ്ടാടിയാൽ ഈ ചന്തു കൊണ്ടാടും നിങ്ങളെ, അല്ലെങ്കിൽ മരപ്പാവയിൽ ആവാഹിച്ച് ശിരോഭാഗത്ത് ആണി തറച്ച് ദഹിപ്പിക്കും ഞാൻ. കാളിയാട്ട ചന്തുവിന് സത്യമുണ്ടോ? നവ്യ ഇളകി ചോദിച്ചു. സത്യലംഘനം കാളിയാട്ട തറവാട്ടിന് അന്യമാണ്. ഞങ്ങൾ നിനക്ക് കീഴടങ്ങാം, അനുസരണയോടെ. അതിനു മുമ്പ് ഞങ്ങൾക്ക് 2 ആഗ്രഹങ്ങൾ നിറവേറ്റി തരണം, നവ്യ പറഞ്ഞു. ചൊല്ലിൻ, നിങ്ങളുടെ 2 ആഗ്രഹങ്ങളും ഞാൻ സാധിപ്പിച്ചു തരാം. സത്യം, സത്യം, സത്യം. എന്നാൽ ഞങ്ങളും അഗ്നിസാക്ഷിയായി പറയുന്നു, എതിരിടാതെ കീഴടങ്ങാം, നവ്യ വാക്കുകൊടുത്തു. ചന്തു, തെക്കേ പറമ്പിൽ നീ ഞങ്ങൾക്ക് ഒരുക്കിയ 2 ചിതയുണ്ടല്ലോ, അവിടേക്ക് രുദ്രൻ നമ്പൂതിരിയെ വരുത്തണം, ചന്ദ്ര പറഞ്ഞു. എന്നിട്ട് ചന്തു ചെറുതായൊന്ന് നടുങ്ങി. ഒരു ചിതയിൽ അയാളെ നീ ദഹിപ്പിക്കണം. അവന്റെ കത്തുന്ന മാംസഗന്ധം ഞങ്ങൾക്ക് ശ്വസിക്കണം. ചന്തുവിന് പരിസരബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആവശ്യമാണ് ദമ്പതി രക്ഷസുകൾ ചോദിച്ചിരിക്കുന്നത്.
അതൊരിക്കലും സാധ്യമല്ല. ചന്തു അലറി. കാളിയാട്ട് തറവാട്ട് പാരമ്പര്യം ഇതാണോ? മന്ത്രവാദികളായാൽ വാക്കും മന്ത്രവും പിഴക്കരുതെന്ന് ഗുരുസാരം ഗ്രഹിച്ചിട്ടില്ലേ? നവ്യ ഉഗ്രഭാവത്തിൽ ചോദിച്ചു. ചന്തുവിന് തല ചുറ്റുന്നതായി തോന്നി. അമ്മേ രക്തചാമുണ്ടേശ്വരി. ചന്തു കണ്ണു ചിമ്മി പ്രാർത്ഥിച്ചു. പിന്നെ കണ്ണു തുറന്നിട്ട് അവരെ നോക്കി എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ പറഞ്ഞു. രുദ്രൻ നമ്പൂതിരിയെ തെക്കേ പറമ്പിലേക്ക് വരുത്താം. അയാളെ ചിതയിലിട്ട് കത്തിക്കാം. ആ വൃദ്ധന്റെ കത്തുന്ന മാംസഗന്ധം ശ്വസിക്കണമെങ്കിൽ വരിൻ. ശൂലമെടുത്ത് ചന്തു എഴുന്നേറ്റു. ഒരു പന്തമെടുത്ത് കത്തിച്ച് മുറിയുടെ പുറത്തിറങ്ങി. പിന്നാലെ നവ്യയും ചന്ദ്രയും. അടഞ്ഞ പൂമുഖവാതിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടു. എവിടെ രുദ്രൻ നമ്പൂതിരി? ചന്തുവിന്റെ മുഖത്തേക്ക് നോക്കി കോപിച്ചു. മന്ത്രവാദ കലിയിളകിയ ചന്തു ചന്ദ്രയെ തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു. തെക്കേ പറമ്പിൽ രുദ്രൻ നമ്പൂതിരി എത്തിയിരിക്കും. അതിനു മുമ്പ് ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. വാക്ക് തെറ്റിച്ചാൽ മന്ത്രം പിഴയ്ക്കും. മന്ത്രം പിഴയ്ക്കുന്ന നിന്നെ ആ ചിതയിൽ ഞങ്ങൾ തൂക്കിയെറിയും. നിന്റെ കയ്യിലെ പന്തം കൊണ്ട് നിന്റെ ചിതയ്ക്ക് ഞങ്ങൾ തീ കൊടുക്കും. ചന്ദ്ര ഓർമ്മിപ്പിച്ചു. അമ്മേ രക്തചാമുണ്ടേശ്വരി തുണയ്ക്കണമേ. ചന്തു തെല്ലി ഭീതിയോടെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ തെക്കേ പറമ്പിലേക്ക് നടന്നു. ശൂലത്തിൽ പിടിമുറുക്കി ചന്തു നടന്നു. ഉഗ്രനിശ്വാസങ്ങളും ഞെരുക്കവുമായി ചന്ദ്രയും നവ്യയും പിന്നാലെയും. നിലാവ് പരന്ന രാത്രി. ചന്തുവിന്റെ ഹൃദയം ശക്തിയായി ത്രസിച്ചു. ദമ്പതി രക്ഷസുകൾക്ക് കൊടുത്ത വാക്കു പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരിണത ഫലം ഭയങ്കരമായിരിക്കും. ഇത്രയും കാലത്തിനിടയ്ക്ക് നേടിയെടുത്ത മന്ത്രസിദ്ധികൾ പോലും നഷ്ടപ്പെടാനിടയാക്കും. തൃക്കണാപുരം മനയുടെ തെക്കേ പറമ്പിൽ അങ്ങകലെ കണ്ടു അഗ്നിയും പ്രതീക്ഷിച്ചു കഴിയുന്ന 2 ചിതകൾ. അമ്മേ രക്തചാമുണ്ടേശ്വരി മായയിൽ വന്ന് രക്ഷിക്കണമേ. ചന്തു മനസ്സിൽ പ്രാർത്ഥിച്ചു. ചിതയോട് അടുക്കും തോറും നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. പെട്ടെന്നാണ് ചിതക്കരികിൽ അത് സംഭവിച്ചത്. ചിതയ്ക്കായി കൂട്ടിയിട്ട വിറകിൽ തെറിച്ചു കിടക്കുന്ന വിറകിലൊന്ന് വായുവിൽ കുത്തനെ എഴുന്നേറ്റു നിന്നു. വിറക് അടുത്ത നിമിഷം രുദ്രൻ നമ്പൂതിരിയായി രൂപപരിണാമം കൊണ്ടു. തെക്കേ പറമ്പിലെത്തിയ ചന്തു കണ്ടത് ഒരുക്കി വെച്ച ചിതയും നോക്കി പുറംതിരിഞ്ഞു നിൽക്കുന്ന രുദ്രൻ നമ്പൂതിരിയെയാണ്. അമ്മേ തുണച്ചു. ചന്തു ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ച് മന്ത്രിച്ചു. ചന്ദ്രയും നവ്യയും രുദ്രൻ നമ്പൂതിരിയെ തുറച്ചു നോക്കി കടിച്ചു കീറാനുള്ള പകയോടെ. രുദ്രൻ നമ്പൂതിരി ചന്തു വിളിച്ചു. രുദ്രൻ നമ്പൂതിരി തിരിഞ്ഞു നിന്നു. ആ സമയത്ത് ഇവിടെ? ചന്തു ചോദിച്ചു. ചിതയ്ക്കുള്ള ഒരുക്കം കഴിഞ്ഞില്ലേന്ന് നോക്കാൻ വന്നതാണ്. നന്നായി. ചന്തു കണ്ണു ചിമ്മി മദ്ര ജപിച്ചു. കണ്ണു തുറന്ന് ശൂലം രുദ്രൻ നമ്പൂതിരിയുടെ നേർക്ക് നീട്ടി. അടുത്ത നിമിഷം അത് സംഭവിച്ചു. ഒരു കാട്ടുവള്ളി അന്തരീക്ഷത്തിൽ പറന്നെത്തി രുദ്രൻ നമ്പൂതിരിയെ ചുറ്റാൻ തുടങ്ങി. ആദ്യം ഒന്ന് പരിഭ്രമിച്ച നമ്പൂതിരി ഭയചകിതനായി. അയ്യോ ചന്തു രക്ഷിക്കണേ. രുദ്രൻ നമ്പൂതിരി കരയാൻ തുടങ്ങി. കേട്ടതായി ഭാവിച്ചില്ല ചന്തു. വലയിൽ കുരുങ്ങിയ ഇലയെ ചിലന്തി ബന്ധിക്കും മട്ടിൽ കാട്ടുവള്ളി രുദ്രൻ നമ്പൂതിരിയെ അടിമുടി വരിഞ്ഞു ചുറ്റി. അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തി. ചന്തു ശൂലം ചിതയുടെ നേർക്ക് കാണിച്ചു. ഈ സമയത്ത് ശവന്തീനി പക്ഷികൾ കരഞ്ഞു. കടവാവലുകളുടെ ചിറകടി ഉയർന്നു. രുദ്രൻ നമ്പൂതിരി കാറ്റിൽപ്പെട്ട കടലാസു കഷ്ണം പോലെ വായുവിൽ ഉയർന്നു. ആരോ എടുത്തു വെച്ച മട്ടിൽ അയാൾ ചിതയിൽ വീണു. വേണ്ട വേണ്ട, നമ്മെ കൊല്ലരുത്. അനങ്ങാനാവാതെ ചിതയിൽ കിടന്ന് രുദ്രൻ നമ്പൂതിരി കരഞ്ഞു പറഞ്ഞു. രുദ്രൻ നമ്പൂതിരി ജീവന് വേണ്ടി യാചിക്കുന്നത് കണ്ട് ചന്ദ്രയും നവ്യയും പൊട്ടിച്ചിരിച്ചു. ദിഗന്ധങ്ങൾ മുഴങ്ങുമാർ ഉച്ചത്തിൽ. വിറകുകൊള്ളികൾ താനെ ഉയർന്ന് രുദ്രൻ നമ്പൂതിരിയെ മൂടാൻ തുടങ്ങി. വിറകിൽ മൂടിക്കഴിഞ്ഞു അയാൾ. ചന്തു ദമ്പതി രക്ഷസുകളുടെ നേർക്ക് തിരിഞ്ഞു. ഞാൻ വാക്ക് പാലിക്കാൻ പോവുകയാണ്. നിങ്ങൾ വാക്ക് തെറ്റിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? മനുഷ്യന്റെ ജാടയും സ്വാർത്ഥതയും ഞങ്ങൾക്കില്ല. വിശ്വസിക്കുമെങ്കിൽ വിശ്വസിക്ക്. ചന്ദ്ര പറഞ്ഞു. ശരി, നിങ്ങളുടെ വാക്കിൽ പതിരില്ലെന്ന് കരുതി ഞാനിതാ രുദ്രൻ നമ്പൂതിരിയെ അഗ്നി ജ്വലിപ്പിച്ച് നശിപ്പിക്കുന്നു. അത്രയും പറഞ്ഞ് ചന്തു
വിറകിനടിയിലേക്ക് പന്തം കാണിച്ചു. ചിത എരിഞ്ഞു. ജീവനോടെ വെന്തെരിയുന്ന രുദ്രൻ നമ്പൂതിരി. മാനം നക്കിത്തുടയ്ക്കാൻ വെമ്പുന്ന അഗ്നിയിലേക്ക് കണ്ണും നട്ട് ചന്ദ്രയും നവ്യയും കിതച്ചു. അഗ്നിയുടെ ചൂട് തട്ടി അവരുടെ മുഖത്ത് വിയർപ്പുകണങ്ങൾ ഉരുണ്ടുകൂടി. ചന്തു തൃക്കണാപുരം മനയിലേക്ക് നടന്നു. ഭീതി നിറഞ്ഞ കണ്ണുകളോടെ ചന്ദ്രയും നവ്യയും നടന്നകലുന്ന ചന്തുവിനെ നോക്കി. പിന്നെ അവർ അയാളെ അനുഗമിച്ചു. മുറിയിൽ കയറി ചന്തു കർമ്മങ്ങൾ പിന്നെയും തുടങ്ങി. ചന്ദ്രയും നവ്യയും ദുഃഖം ഘനീഭവിച്ച മുഖവുമായി മുറിയിലെത്തി. ഇരിക്കുക, ചന്തു ആജ്ഞാപിച്ചു. അവർ പഞ്ചപത്മത്തിനുമപ്പുറം ചന്തുവിന് അഭിമുഖമിരുന്നു. ഹേയ് ദമ്പതി രക്ഷസുകളെ, നിങ്ങൾ ഈ പെൺകുട്ടികളുടെ ശരീരം വെടിഞ്ഞ് പത്മത്തിലെ പാവകളിൽ സന്നിവേശിക്കുക, ചന്തു ആവശ്യപ്പെട്ടു. ഇരുമ്പാണി കൂട്ടി ഒരു തിരി കത്തിച്ച് ചന്ദ്രയെ ഒഴിഞ്ഞു വാങ്ങാൻ തുടങ്ങിയതോടെ ചന്ദ്രയും നവ്യയും സഞ്ചാരപ്പെട്ടു. അവർ പൊട്ടിക്കരഞ്ഞു. അരുത്, ഞങ്ങളെ ഉന്മൂലനം ചെയ്യരുത്, ചന്ദ്ര തൊഴുകൈയോടെ അപേക്ഷിച്ചു. നിങ്ങളെ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ തൃക്കണാപുരം മനയ്ക്ക് ആപത്താണ്. അപമൃത്യുവിന്റെ കാലൊച്ച ഇവിടുത്തെ അകത്തളങ്ങളിൽ ഇനിയും ഉയർന്നുകൂടാ. ഹേ മാന്ത്രിക, ഇപ്പോഴും വാക്ക് ലംഘിക്കുന്നത് നീയാണ്. ഞങ്ങളുടെ 2 ആഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമേ സാധിപ്പിച്ചിട്ടുള്ളൂ, നവ്യ ഇടയ്ക്ക് പറഞ്ഞു. നിങ്ങളുടെ അവസാന മുഹൂർത്തമാണിത്. പറയിൻ, എന്താണ് 2ാമത്തെ ആഗ്രഹം? ഞങ്ങൾക്ക് വിഷ്ണുപാദത്തിൽ മോക്ഷം പ്രാപിക്കണം, നവ്യ തേങ്ങലോടെ പറഞ്ഞു. ചന്തുവിന്റെ മുഖത്ത് അമ്പരപ്പ്. അറിയാതെ കയ്യിൽ നിന്നും തിരിയും ആണിയും വീണുപോയി. ദമ്പതി രക്ഷസുകളെ പത്മം വരച്ച് പഞ്ചസാര പായസം വെച്ച് ആവാഹിച്ച് പ്രീതിപ്പെടുത്തി ഒഴിപ്പിക്കണമെന്ന മാന്ത്രിക ചിട്ട മറന്നതെന്തേ? ചന്ദ്ര കിതപ്പോടെ ചന്തുവിന്റെ നേരെ മുഖമുയർത്തി ചോദിച്ചു. അറിയാഞ്ഞിട്ടല്ല, തുടക്കം ദുർമന്ത്രവാദത്തോടെയാണല്ലോ, ചന്തുവിന്റെ ശബ്ദം പരുവരുത്തു. അത് നിന്റെ അച്ഛൻ കാളിയാട്ട മാധവന് പറ്റിയ തെറ്റ്. മന്ത്രവാദ നിയമങ്ങൾ ലംഘിച്ചാൽ അതിന്റെ ശാപം മന്ത്രവാദിയും സന്താന പരമ്പരകളും ജന്മാന്തരങ്ങളായി അനുഭവിക്കേണ്ടി വരും. ചന്ദ്ര ചന്തുവിന്റെ നേർക്ക് വിരൽ ചൂണ്ടി. അച്ഛന് പിഴച്ചെടുത്തു നിന്നും തുടങ്ങി. ആ പിഴവ് ചന്തു നീ ആവർത്തിക്കണോ? നവ്യ ചന്തുവിനെ തുറിച്ചു നോക്കിയിട്ട് ചോദിച്ചു. കണ്ടു നിന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ കൊണ്ടാടും. പറയിൻ, തൃക്കണാപുരം മനയിൽ മേലിൽ നിങ്ങളുടെ ബാധ ഉണ്ടാവരുത്. അതിനെന്തു വേണം? ഞങ്ങളെ ഉത്തമ കർമ്മത്തിൽ ആവാഹിച്ച് നാവാമുകുന്ദ സന്നിധിയിൽ നിമഞ്ജനം ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ ആത്മാവിന് മോക്ഷം കിട്ടട്ടെ, ചന്ദ്ര പറഞ്ഞു. കേൾക്കട്ടെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്? രുദ്രൻ നമ്പൂതിരിയോട് ഇത്രയും പകയ്ക്ക് കാരണം എന്താണ്? ചന്തു ചോദിച്ചു. നവ്യയും ചന്ദ്രയും അന്യോന്യം നോക്കി. നിന്റെ ദൗത്യം അവസാനിക്കും മുമ്പ് ഞങ്ങളുടെ പൂർവ്വകഥ അറിയുന്നത് നന്ന്. ഒരുപക്ഷെ ഈ ദാരുണ കഥ കേൾക്കുന്ന ആദ്യത്തെ വ്യക്തി നീ ആയിരിക്കും. ചന്ദ്ര ദീർഘനിശ്വാസം വിട്ടു. പറഞ്ഞു തുടങ്ങിയത് നവ്യ. നാം പരമേശ്വരൻ നമ്പൂതിരി, തൃക്കണാപുരം മനയുടെ ഏക അവകാശി. ഈശ്വര വിചാരത്തിനിടയ്ക്ക് വേലി കഴിക്കണമെന്ന ചിന്ത ഉണ്ടായില്ല. ഇവൾ ജാനു, മനയിലെ അടിച്ചുതളിക്കാരി ജാനമ്മ. മനയിലെ ഒരകന്ന ബന്ധു മാത്രമാണ് രുദ്രൻ. നമ്മുടെ കാലശേഷം തൃക്കണാപുരം മനയും വഹകളും സ്വന്തമാക്കാനാണ് രുദ്രനും മഹേശ്വരനും മരിച്ചുപോയ സഹോദരിയുടെ മകൾ ചന്ദ്രയെയും കൂട്ടി മനയിൽ കടന്നുകൂടിയത്. രുദ്രന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ദുഷ്ടചിന്തയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ നേരം സകലതും ശൂന്യം. ജാനമ്മ നമ്മുടെ മനസ്സിൽ ഇടം കൊണ്ടത് ഈ ചിന്തയോടെ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് രുദ്രൻ എങ്ങനെയോ അറിഞ്ഞു. അവന്റെ പ്രതീക്ഷകൾ വാടിക്കരിയുമെന്ന് കണ്ടതോടെ ഞങ്ങളെ ഇല്ലാതാക്കാനുള്ള ആലോചനയിലായിരുന്നു ആ ദുഷ്ടൻ. തൃക്കണാപുരം പാലത്തിന്റെ ജോലി നടക്കുന്ന കാലമായിരുന്നു അത്. പാലത്തിന്റെ
ഒന്നാമത്തെ കാലിന് കുഴിച്ച കിണറ് 3 തവണ ഇടിഞ്ഞു വീണു. ഭൂതബാധയാണ് ഇതിന് കാരണമായി കണ്ടത്. പരിഹാരമാവട്ടെ, 1, 2 കാലിന്റെ കിണറിൽ നരബലി നടത്തണം. പാലം പണി നടക്കുന്നിടത്ത് പതിവായി പോകാറുണ്ടായിരുന്നു രുദ്രൻ. നിർമ്മാണ ചുമതലയുള്ള മേസ്തിരുമായിട്ടുള്ള അടുപ്പത്തിൽ പാലത്തിന്റെ ഉറപ്പിന് നരബലി നടത്തണമെന്ന് രുദ്രൻ അറിഞ്ഞു. നരബലിക്ക് മനുഷ്യനെ തരാമെന്ന് അവൻ ഏറ്റു. ഇതെല്ലാം പരമരഹസ്യമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു, കണ്ടമിടറി. വിറഞ്ഞ മിഴികളിൽ ഭൂതകാലത്തെ നേർത്ത ചിത്രം തെളിഞ്ഞു. ചലച്ചിത്രത്തിലെ ഫ്ലാഷ് ബാക്ക് പോലെ. പ്രഭാതം. പരമേശ്വരൻ നമ്പൂതിരി പൂമുഖത്തേക്ക് വന്നു. അയാൾ മുഖമുയർത്തി. പൂമുഖത്തേക്ക് ഒരാൾ ധൃതിയിൽ വരുന്നുണ്ട്. ആരായിരിക്കും? പരമേശ്വരൻ നമ്പൂതിരി നെറ്റിച്ചുളിച്ചു. ആരാ? എവിടുന്ന് വരണു? പരമേശ്വരൻ നമ്പൂതിരി ചോദിച്ചു. തിരുമേനി, ജാനമ്മ. ആഗതൻ പറയാൻ മടിച്ചു. ജാനുവിന് എന്ത് പറ്റിയെന്നാ പറയണേ? പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖത്ത് അമ്പരപ്പ്. ആയമ്മ തൃക്കണാപുരം പാലത്തിന്റെ കിണച്ചിൽ ചാടി മരിച്ചു. ഈശ്വരാ! പരമേശ്വരൻ നമ്പൂതിരി നെഞ്ചത്ത് കൈവച്ചു. എന്നിട്ട് പരിഭ്രമത്തോടെ അയാളുടെ നേരെ തിരിഞ്ഞു. താൻ നടന്നോളാ, നാം അങ്ങടെ എത്തിക്കൊള്ളാം. മഹേശ്വര! രുദ്ര! പരമേശ്വരൻ നമ്പൂതിരി അകത്തേക്ക് നോക്കി വിളിച്ചു. വിളിച്ചാ വിളി കേൾക്കില്ല അശ്രീകരങ്ങള്. പെറുപെറുത്ത് പരമേശ്വരൻ നമ്പൂതിരി വേഗം മനയിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ഭാരതപ്പുഴ. പുഴയ്ക്ക് കുറുകെ തൃക്കണാപുരം പാല നിർമ്മാണത്തിനുള്ള തകൃതിയായ ഒരുക്കം. സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. പാലത്തിന്റെ കാലിനു വേണ്ടി കുഴിച്ച കിണറിലെ മണ്ണ് കുന്നുകൂടി കിടക്കുന്നു. പരമേശ്വരൻ നമ്പൂതിരി പുഴയിലൂടെ തിടുക്കപ്പെട്ട് നടന്നു. മണലിലൂടെ വേഗത്തിൽ നടക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ചൂളമടിക്കുന്ന കാറ്റ്. പാലം പണി നടക്കുന്നിടത്ത് എത്തിയ പരമേശ്വരൻ നമ്പൂതിരി ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. ഒന്നാമത്തെ കാലിന് കുഴിച്ച കിണറിലേക്ക് കണ്ണോടിച്ചു. മുകളിൽ നിന്നും വലിച്ചു കെട്ടിയ കയറിന്റെ കോണിപ്പടികൾ കിണറ്റിലേക്ക് ഞാത്തിയിട്ടിരിക്കുന്നു. ഭീതി നിറഞ്ഞ കനത്ത നിശബ്ദത. പകൽ നേരമായിട്ട് പോലും. പരമേശ്വരൻ നമ്പൂതിരി! അയാൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. തൊട്ടു മുമ്പിൽ രുദ്ര നമ്പൂതിരി. രുദ്ര! ജാനു! പരമേശ്വരൻ നമ്പൂതിരിയുടെ നേരെ മുഖമുയർത്തി ഗദ്ഗദത്തോടെ പറഞ്ഞു. ജാനമ്മ മരിച്ചാൽ രുദ്ര, അരുതാത്തതൊന്നും പറയരുത്. ജാനുവിനെ പറ്റി പറഞ്ഞപ്പോ തൃക്കണാപുരം മനക്കിലെ തമ്പുരാന് പുള്ളിയിലോ? തന്റെ ആരാ ഈ ജാനു? കെട്ടിലമ്മയോ? പരമേശ്വരൻ നമ്പൂതിരി കിടിലം കൊണ്ടു. രുദ്രൻ നമ്പൂതിരി നേർക്ക് നേരെ നിന്ന് ഇങ്ങനെയൊന്നും പറയാത്തതാണ്. നീ എന്താ നമ്മോട് പറഞ്ഞത്? ജാനുവുമായുള്ള രഹസ്യ ബന്ധമുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. ഈ രുദ്രന്റെ താക്കീതാണ്. രുദ്രൻ നമ്പൂതിരിയുടെ ശബ്ദം കനത്തു. ഇല്ല രുദ്ര, നമുക്ക് അവളെ മറക്കാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ട്. രുദ്രൻ നമ്പൂതിരി ഞെട്ടിപ്പോയി. അയാളുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. ഇല്ല, തൃക്കണാപുരം മനയ്ക്ക് രുദ്രനെ കൂടാതെ ഒരവകാശം ഉണ്ടായിക്കൂടാ. തനിക്കിപ്പൊ എന്താ വേണ്ടേ? പരമേശ്വരൻ നമ്പൂതിരി അസ്വസ്ഥതയോടെ ചോദിച്ചു. തൃക്കണാപുരം മനയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവനും നമുക്ക് വേണം. നീയും ജാനുവും അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞും നമ്മുടെ മാർഗ തടസ്സമാണ്. എല്ലാറ്റിനെയും കൊന്ന് സ്വന്തമാക്കുന്ന തൃക്കണാപുരം മന. ഈർഷ്യത്തോടെ രുദ്രൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരിയുടെ നേർക്ക് നടന്നെടുത്തു. അരുത്, അടുക്കരുത്! പരമേശ്വരൻ നമ്പൂതിരി കരയാൻ തുടങ്ങി. രുദ്രൻ നമ്പൂതിരി കൊലച്ചിരി ചിരിച്ചു. അടുത്ത നിമിഷം രുദ്രൻ നമ്പൂതിരി പരമേശ്വരൻ നമ്പൂതിരിയെ കിണറ്റിലേക്ക് ഉന്തിയെങ്കിലും നിലത്താണ് വീണത്. പരമേശ്വരൻ നമ്പൂതിരിയും രുദ്രൻ നമ്പൂതിരിയും മൽപ്പിടുത്തം ഉണ്ടായി. കീഴടക്കുകയായിരുന്നു രുദ്രൻ നമ്പൂതിരിയുടെ ലക്ഷ്യം. മരണമുഖത്തു നിന്നും രക്ഷപ്പെടാൻ കുതറുകയാണ് പരമേശ്വരൻ നമ്പൂതിരി. പെട്ടെന്ന് ഒരു പിടി മണൽ വാരി രുദ്രൻ നമ്പൂതിരി എറിഞ്ഞു. കണ്ണുകളിൽ മണൽ പുരണ്ട പരമേശ്വരൻ നമ്പൂതിരി അലറിക്കരഞ്ഞു. കണ്ണു തുറക്കാൻ കഴിയാതെ അയാൾ തപ്പിത്തടഞ്ഞ് പിടഞ്ഞു വീണു. രുദ്രൻ നമ്പൂതിരിയുടെ കാൽക്കീഴിൽ മണ്ണു പുരണ്ട് കിടക്കുന്ന പരമേശ്വരൻ നമ്പൂതിരി. തൃക്കണാപുരം പാലത്തിന്റെ ചരിത്രത്തിൽ ഒരു നിഗൂഢ ചരിത്രം കൂടി ഉണ്ടായിരിക്കും. അത് തൃക്കണാപുരം മനക്കിലെ പരമേശ്വരൻ നമ്പൂതിരിയുടെയും അടിച്ചു തളിക്കാരി ജാനമ്മയുടെയും പ്രണയ ദുരന്തത്തിന്റെ ചരിത്രം.
അരുത് രുദ്ര, നമ്മ അപായപ്പെടുത്തരുത്. പരമേശ്വരൻ നമ്പൂതിരി ഗദ്ഗത കണ്ഠനായി. രുദ്രൻ നമ്പൂതിരി പൊട്ടിച്ചിരിച്ചു, തികച്ചും മൃഗീയമായി. എന്നിട്ട് പറഞ്ഞു, പാലത്തിന്റെ ഉറപ്പിന് മനക്കിലെ തമ്പുരാന് ബലി കൊടുക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ കാലിന്, ഒറ്റയ്ക്കല്ല, രണ്ടാമത്തെ കാലിന് ജാനമ്മയും ബലിയാവും. നിങ്ങൾ രണ്ടുപേര് വേണം ഇനി തൃക്കണ്ണാപുരം പാലത്തെ താങ്ങി നിർത്താൻ. അരുത്, അരുത്! പരമേശ്വരൻ നമ്പൂതിരി തൊഴുതു കരഞ്ഞു. രുദ്രൻ നമ്പൂതിരിയുടെ മനസ്സ് കല്ലായിരുന്നു. അലിഞ്ഞില്ല പരമേശ്വരൻ നമ്പൂതിരിയുടെ കരച്ചിൽ ഉയർന്നിട്ടും. നിലത്ത് കിടക്കുന്ന പരമേശ്വരൻ നമ്പൂതിരിയുടെ രണ്ടു കാലും കൂട്ടിപ്പിടിച്ച് മണലിലൂടെ വലിച്ചിഴച്ച് രുദ്രൻ നമ്പൂതിരി കിണറിനടുത്തെത്തി. പിന്നെ തൂക്കി ഒരേറ്. അലർച്ചയോടെ പരമേശ്വരൻ നമ്പൂതിരി ഗർത്തത്തിലേക്ക്. കിതപ്പോടെ രുദ്രൻ നമ്പൂതിരി തിരിഞ്ഞു നിന്നു. തൊട്ടു മുന്നിൽ നിവർത്തിപ്പിടിച്ച കത്തിയുമായി അയാൾ. നരബലി നടത്താൻ നിയോഗിക്കപ്പെട്ട കറുത്ത് കുറിയ മനുഷ്യൻ. തൃക്കണാപുരം പാലത്തിന് നരബലി നടത്തുന്നുവെന്ന് ഈ ലോകം അറിയരുത്, രുദ്രൻ നമ്പൂതിരി അയാളോട് പറഞ്ഞു. ഒരിക്കലും മറ്റൊരാൾ ഇത് അറിയില്ല. രണ്ടാമത്തെ കാലിനും വേണമല്ലോ ഒരാൾ. ആദ്യ നരബലി നടക്കട്ടെ. അല്പസമയത്തിനകം രണ്ടാമത്തെ കിണറിൽ രക്തത്തിളപ്പുള്ള ഒരാളുണ്ടാവും, ഒരു പെണ്ണ്. രുദ്രൻ നമ്പൂതിരി നെറ്റിയിലെ വിയർപ്പ് ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ചെടുത്തു. ഒറ്റ ശ്വാസത്തിൽ നവ്യ അത്രയും പറഞ്ഞു തീർത്തു. ചന്തുവിന്റെ നേരെ മുഖമുയർത്തി അവൾ ചങ്കിടറിക്കൊണ്ട് തുടർന്നു. കരഞ്ഞപേക്ഷിച്ചു ആ ദുഷ്ടനോട്, കേട്ടില്ല. കഴുത്തിനു മേതെ കത്തികൊണ്ട് അറുക്കുന്നത് നാം അറിഞ്ഞു. അത്രയും പറഞ്ഞ് നവ്യ ചന്ദ്രയെ നോക്കി. ചന്തു, 3 മാസം ഗർഭിണിയായിരുന്നു ഞാൻ. അന്നു രാവിലെ ചന്ദ്ര ഓർത്തു. ആ ദുരന്തത്തിന്റെ സ്മൃതികൾ ചലച്ചിത്രത്തിലെ ഫ്ലാഷ് ബാക്ക് കണക്ക് തെളിഞ്ഞു. ജാനമ്മയുടെ വീട്. തൃക്കണാപുരം മനക്കിലേക്ക് പോകാൻ ജാനമ്മ ഉമ്മറവാതിൽ പൂട്ടി. ജാനമ്മേ! വിളി കേട്ട് ജാനമ്മ തിരിഞ്ഞു നോക്കി. മുറ്റത്ത് ഒരു പയ്യൻ. നീ ആരാ കുട്ടി? എന്തു വേണം? ജാനമ്മേ, പരമേശ്വരൻ നമ്പൂതിരിക്ക് ഒരു അപകടം പറ്റി. ഈശ്വര! നെഞ്ചത്ത് കൈവച്ച് പരിഭ്രമത്തോടെ ജാനമ്മ തിടുക്കപ്പെട്ടു. ഒന്ന് തെളിച്ചു പറയടാ. പാലം പണി നടക്കണടുത്താ, രണ്ടാമത്തെ കാലിനടുത്ത കിണറ്റില്. വേഗം വന്നോളൂ. നീ നടക്കുക, ഞാനിതാ പിന്നാലെ ഉണ്ട്. ജാനമ്മ കണ്ണു തുടച്ച് വയറ്റിൽ തടവി വിങ്ങിപ്പൊട്ടി. പൈരങ്കോട്ട് അമ്മേ, തിരുമേനിക്ക് ഒരാപത്തും വരുത്തല്ലേ. ജാനമ്മയുടെ കണ്ടമിടറി. അവർ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി ഭാരതപ്പുഴയിലേക്ക് നടന്നു. തൃക്കണാപുരം പാലം പണി സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ജാനമ്മ നന്നായി വിയർത്തു. പരിസരത്തൊന്നും ഒരാളെ പോലും കാണാനില്ല. രണ്ടാമത്തെ കാലിന് വേണ്ടി എടുത്ത കുഴിയിലേക്ക് എത്തി നോക്കി. അഗാധ ഗർത്തം, തല ചുറ്റും. പെട്ടെന്ന് പിന്നോക്കം മാറി. നീ വരുമെന്ന് നമുക്കറിയാം. പരുപരുത്ത ശബ്ദം കേട്ട് ജാനമ്മ തിരിഞ്ഞു നോക്കി. രുദ്രൻ നമ്പൂതിരി. പരമേശ്വരൻ നമ്പൂതിരിക്ക്. ജാനമ്മ അർദ്ധോക്തിയിൽ നിർത്തി. അത് വിസ്തരിക്കും മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, മാസക്കുളി തെറ്റി അല്ലേ? ജാനമ്മയുടെ മുഖം കുനിഞ്ഞു. തൃക്കണാപുരം മനയുടെ അനന്തരാവകാശിയെ ഗർഭം ധരിച്ചിരിക്കണു. പറഞ്ഞത് ശരിയല്ലേടി? രുദ്രൻ നമ്പൂതിരിയുടെ മയമില്ലാത്ത ചോദ്യം കേട്ട് നിറമിഴികളോടെ ജാനമ്മ മെല്ലെ മുഖമുയർത്തിയിട്ട് പറഞ്ഞു, ഊവ്. മനയും വസ്തുവകകളും തട്ടിയെടുക്കാൻ പരമേശ്വരൻ നമ്പൂതിരിയെ കെണിയിൽ വീഴ്ത്തി. അല്ല, അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം. വേണ്ട, നായർ സ്ത്രീക്ക് പിറക്കണ സന്തതി വേണ്ട തൃക്കണാപുരം മനയുടെ അവകാശിയാവാൻ. അതിന് നാം അനുവദിക്കില്ല. മനയുടെ സ്വത്തൊന്നും മോഹിച്ചല്ല. നീയും മോഹിച്ചില്ലെങ്കിലും ജനിക്കണ സന്തതിക്ക് മോഹം വെച്ചുടന്നില്ലല്ലോ. അതുകൊണ്ട് നീയും നിന്റെ കുഞ്ഞും തൃക്കണാപുരം പാലത്തിന് വളമാവട്ടെ. അടുത്ത നിമിഷം രുദ്രൻ നമ്പൂതിരി ജാനമ്മയെ കിണറ്റിലേക്ക് തള്ളി. അലർച്ചയോടെ ജാനമ്മ താഴേക്ക് പതിച്ചു. അത്രയും പറഞ്ഞ് ചന്ദ്ര കണ്ണു തുടച്ചു. നീട്ടിപ്പിടിച്ച കത്തിയുമായി കിണറിനകത്ത് ഒരാളുണ്ടായിരുന്നു. ഗർഭിണിയായ എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. കേട്ടില്ല. അയാൾ എന്റെ കഴുത്തറുത്തു. ചന്ദ്ര പൊട്ടിക്കരഞ്ഞു. മാന്ത്രിക ജീവിതത്തിൽ മറക്കാത്ത അധ്യായം, നിങ്ങളുടെ ദുരന്തം. ചന്തു ദീർഘനിശ്വാസം വിട്ടു. പറയേണ്ടതൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് സമാധാനമായി. ഇനി
അവശേഷിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരിക. നവ്യ പറഞ്ഞു. ഈ കുട്ടികളുടെ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോയതിന്റെ അടയാളം കാണിച്ചു തരണം. ചലിക്കാത്ത വസ്തു സ്വമേധയാ ചലിക്കുന്നത് അടയാളമായിരിക്കും. ചന്ദ്ര പറഞ്ഞു. ചന്തു കണ്ണു ചിമ്മി. ഒരു ഉരുളിയിൽ ആവി പറക്കുന്ന പാൽപായസവും കളത്തിലെ 2 മരപ്പാവകൾക്ക് പകരം ചന്ദനമുട്ടികളും പ്രത്യക്ഷപ്പെട്ടു. നവ്യയെയും ചന്ദ്രയെയും നോക്കി ആവാഹന ക്രിയ ചെയ്തു. അടുത്ത നിമിഷം ചന്ദ്രയും നവ്യയും ബോധം കെട്ട് വീണു. ഈ സമയത്ത് പഞ്ചപത്മത്തിലെ ചന്ദനമുട്ടികൾ രണ്ടും ഒന്നിളകി. കർമ്മം പൂർത്തിയാക്കിയ ചന്തു പഞ്ചപത്മത്തിനു നേരെ തൊഴുത് വണങ്ങി. ചന്ദ്രയും നവ്യയും ബോധം നശിച്ചു കിടക്കുകയാണ്. ശൂലം അവരുടെ നേർക്ക് കാണിച്ച് മന്ത്രം ജപിച്ചു. ചന്ദ്രയും നവ്യയും ഉറക്കമുണർന്നതുപോലെ എഴുന്നേറ്റു. അവർ കിടന്ന പരിസരം അമ്പരപ്പോടെ നോക്കി. മൈ ഗോഡ്, നവ്യ മന്ത്രിച്ചു. തൊട്ടുമുന്നിൽ പഞ്ചപത്മം, ഹോമകുണ്ഡം, നിലവിളക്ക്, എല്ലാറ്റിലേക്കും കണ്ണോടിച്ച അവരുടെ നോട്ടം ചന്തുവിന്റെ നേർക്ക് പതിച്ചു. ക്ഷീണം ഉണ്ടാവും, ഒന്ന് കുളിച്ച് വിശ്രമിച്ചോളൂ, ചന്തു മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. ചന്തു ഇവിടെ? ചന്തുവിനെ തറപ്പിച്ചു നോക്കി ഭീതിയോടെ ചന്ദ്ര ചോദിച്ചു. ദമ്പതി രക്ഷസുകളുടെ ബാധ ഒഴിപ്പിച്ചു. അപ്പോ നിങ്ങൾ അറിയാത്ത ഒരു സത്യമുണ്ടായിരുന്നു. ദമ്പതി രക്ഷസുകൾ സന്നിവേശിച്ചത് 2 ആളുടെയും ദേഹത്തായിരുന്നു. ചന്ദ്രയും നവ്യയും അന്യോന്യം നോക്കി. അവിശ്വസനീയം, നവ്യ പറഞ്ഞു. ആധുനിക ശാസ്ത്രം എന്തൊക്കെ പറഞ്ഞാലും ഇത് പരമസത്യം. ഇനി അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, പോയിക്കോളൂ. ചന്ദ്രയും നവ്യയും എഴുന്നേറ്റു. അവർ മെല്ലെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. രുദ്രൻ നമ്പൂതിരി അകത്തേക്ക് എത്തി നോക്കിയത് ചന്തു കണ്ടു. വന്നോളൂ ട്ടോ, ചന്തു വിളിച്ചു. രുദ്രൻ നമ്പൂതിരി അകത്തേക്ക് വന്നു. രാത്രി മുഴുവൻ വാതിലടച്ച് അകത്ത് കഴിഞ്ഞുകൂടി പേടിച്ചു വിറച്ച് രുദ്രൻ നമ്പൂതിരി പറഞ്ഞു. ഇനി ആരും പേടിക്കേണ്ട. ദാ ഈ ചന്ദനമുട്ടികളിൽ അവരുണ്ട്, ദമ്പതി രക്ഷസുകൾ. രുദ്രൻ നമ്പൂതിരി പഞ്ചപത്മത്തിന് മധ്യയുള്ള ചന്ദനമുട്ടികളിലേക്ക് ഭീതിയോടെ നോക്കി. ഇനി ശല്യം ഉണ്ടാവുമോ? ദമ്പതി രക്ഷസുകൾ ശല്യപ്പെടുത്താൻ ഇനി വരില്ല. അവരുടെ ശോഭം മുഴുവൻ രുദ്രൻ നമ്പൂതിരിയോടായിരുന്നു. ഒരു മായാ രുദ്രൻ നമ്പൂതിരിയെ സൃഷ്ടിച്ച് ജീവനോടെ ചുട്ടിരിക്കുന്നത് കണ്ടിട്ടേ അവർ അടങ്ങിയിട്ടുള്ളൂ. ദൈവമേ, എന്തിനാ ഈ വൃദ്ധനോട് അവർക്ക് ഇങ്ങനെ പക ജനിക്കാൻ കാരണം? രുദ്രൻ നമ്പൂതിരി ചന്തുവിന്റെ മുഖത്തേക്ക് ഇമ വെട്ടാതെ നോക്കി. പരമേശ്വരൻ നമ്പൂതിരി, 3 മാസം ഗർഭം ധരിച്ച ജാനമ്മ, ഇവരെ അറിയോ? രുദ്രൻ നമ്പൂതിരിയുടെ മുഖമിളറി, നെറ്റിയിൽ വിയർപ്പ് പൊടിച്ചു. ഏയ്, അറിയില്ല. ഒളിച്ചു വെക്കണ്ട. തൃക്കണാപുരം മനയും സ്വത്തുക്കളും തട്ടിയെടുക്കാൻ അവരെ രഹസ്യമായി കുരുതി കൊടുത്തില്ലേ? തൃക്കണാപുരം പാലത്തിന്റെ ഉറപ്പിന്. രുദ്രൻ നമ്പൂതിരിക്ക് തല ചുറ്റുന്നതായും കണ്ണിൽ ഇരുട്ട് പടരുന്നതായും തോന്നി. അടിതെറ്റി വീഴാതിരിക്കാൻ ഭിത്തിയിൽ അമർത്തിപ്പിടിച്ചു. ഇതെങ്ങനെ ചന്തു അറിഞ്ഞു? കാളിയാട്ട് ചന്തുവിന് മനുഷ്യരോട് മാത്രമല്ല സംവദിക്കാൻ കഴിയ. ദമ്പതി രക്ഷസുകൾ തിരുമേനി നടത്തിയ ക്രൂരത അപ്പാടെ പറഞ്ഞു. ചന്തു, നമ്മുടെ വക്രബുദ്ധിക്ക് ചിലതൊക്കെ ചെയ്തു പോയി. പശ്ചാത്തപിക്കണു. ഇനി മറ്റൊരാൾ ഇതറിയരുത്. രഹസ്യം കൊട്ടിഘോഷിക്കാറില്ല ചന്തു. തിരുമേനി ഒരു കാര്യം ഓർക്കണം. ഒട്ടേറെ പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് മനുഷ്യജന്മം. ഈശ്വരന് സമാനമാണ് മനുഷ്യ സൃഷ്ടി. അത് ദുരുപയോഗപ്പെടുത്തുന്നത് ജന്മത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്. രുദ്രൻ നമ്പൂതിരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ജീവിതത്തിൽ ഒരു നല്ല സാരോപദേശം തന്നെയാണിത്. നമ്മുടെ അനുഭവം മാനവരാശിക്ക് പാഠമാവട്ടെ. മനുഷ്യൻ ക്രൂരതയിൽ നിന്നും വിട്ടു നിൽക്കട്ടെ. അയാളുടെ ചങ്കിടറി. രുദ്രൻ നമ്പൂതിരിക്ക് ചന്തുവിന്റെ മുമ്പിൽ നിൽക്കാനായില്ല. അയാൾ മെല്ലെ പുറത്തു കടന്നു. ചന്തു മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. പഞ്ചപത്മത്തിലെ ചന്ദനമുട്ടികൾ ഭാണ്ഡത്തിലാക്കി ശൂലമെടുത്ത് ഭാണ്ഡവും തൂക്കി പുറപ്പെട്ടു. പൂമുഖത്ത് അവർ കാത്തുനിന്നു. രുദ്രൻ നമ്പൂതിരി, ചന്ദ്ര, നവ്യ, ശങ്കരൻ നമ്പൂതിരി, അന്തർജനം, ദേവതി, രാമൻ നായർ. ചന്തുവിനെ കണ്ട് അവർ ആദരവോടെ ഒതുങ്ങി നിന്നു. അയാൾ അവരെ എല്ലാവരെയും കണ്ണോടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനിക്കാം. ചന്ദ്രയ്ക്കും നവ്യയ്ക്കും ബാംഗ്ലൂരിലേക്ക് മടങ്ങാം. ശങ്കരൻ നമ്പൂതിരിക്ക് അന്തർജനത്തെയും കൂട്ടി പ്ലാത്ര മനയിലേക്ക് തിരിച്ചു പോവാം. രുദ്രൻ നമ്പൂതിരിക്കും രാമൻ നായർക്കും സുഖമായി ഈ മനയിൽ ജീവിക്കാം.
ചന്തു എല്ലാവരോടും യാത്ര ചോദിച്ചു. അവർ ചന്തുവിന്റെ നേരെ തൊഴുതു. നേരം വെള്ള കീറി തുടങ്ങിയിരിക്കുന്നു. ദമ്പതി രക്ഷസുകളുടെ ആഗ്രഹം സഫലീകരിക്കാൻ ചന്തു തിരുനാവായി എത്തി. നാവമുകുന്ദ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് പുഴയിലേക്ക് ചെരിഞ്ഞിറങ്ങിയ കൽപ്പടവുകളിൽ നിരന്നിരുന്ന് പിതൃബലി നടത്തുന്നവർ. ചന്തു പടികളിറങ്ങി. ഭാണ്ഡവും ശൂലവും നിലത്തു വെച്ചു. ചന്ദനമുട്ടികളെടുത്ത് അരയോളം വെള്ളത്തിലിറങ്ങി സൂര്യൻ അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചു. ലക്ഷ്മി നാരായണ. അപമൃത്യുൾപ്പെട്ട് ശേഷക്രിയകൾ കിട്ടാതെ രക്ഷസുകളായി അലഞ്ഞ ആത്മാക്കളെ ആവാഹിച്ച ചന്ദനത്തടികൾ ഇതാ നിമഞ്ജനം ചെയ്യുന്നു. ഈ ആത്മാക്കളെ അങ്ങയുടെ പാദത്തിൽ പങ്കജ പത്മങ്ങളായി വീഴാൻ അനുഗ്രഹിക്കണമേ. ചന്തു ചന്ദനമുട്ടികൾ നിളയിൽ കൈവിട്ടു. അവ പ്രതിജിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. ഒരു വട്ടം മുങ്ങിയ ചന്തുവിന് ജലത്തിനുള്ളിൽ എന്തോ പ്രത്യേകത തോന്നി. വീണ്ടും മുങ്ങിയപ്പോൾ കേട്ടു ഒരശരീരി. ചന്തു ജലാശയത്തിനടിയിൽ ചമ്രം പടിഞ്ഞിരുന്ന് കണ്ണു തുറന്നു. ഒഴുക്കിനെതിരെ നീന്തുന്ന മത്സ്യങ്ങളെയും ഒഴുകിയെത്തുന്ന മനുഷ്യാസ്ഥി ശകലങ്ങളും കണ്ടു. അശരീരിക്ക് വേണ്ടി ചന്തു കാതോർത്തു. ഇനി നീ എത്തേണ്ടത് യക്ഷിപ്പറമ്പിലാണ്. അവിടെ പഴകി ദ്രവിച്ച് കാടു കയറിയ മാളികപ്പുര കാണാം. അതിനകത്തെ ഒരു മുറിയിൽ പാതാളത്തിലായി കിടക്കുന്ന അച്ഛനെ മോചിപ്പിക്കണം. എന്നിട്ട് വേഗം മാടത്ത് തറവാട്ടിലെത്തുക. അശരീരി നിലച്ചു. ചന്തു മുങ്ങി നിവർന്നപ്പോൾ മനസ്സിൽ നിറഞ്ഞു നിന്നത് മനുഷ്യ മനസ്സുകളിൽ ഭയം കോരിയിടുന്ന യക്ഷിപ്പറമ്പായിരുന്നു. നാവാമുകുന്ദനെ വണങ്ങിയ ശേഷം ചന്തു യാത്ര തുടർന്നു. അച്ഛനെ രക്ഷിക്കാൻ യക്ഷിപ്പറമ്പിലേക്ക്. യക്ഷിപ്പറമ്പിലേക്കുള്ള കുന്നിന്റെ താഴ്വാരത്തിൽ എത്തിയപ്പോഴേക്കും ചന്തു നന്നായി വിയർത്തിരുന്നു. ഒറ്റയടി പാതയിലൂടെ മുകളിലേക്ക് കയറി. കുന്നിറങ്ങി എത്തിയ ചന്തുവിനെ എങ്ങോ ഒളിഞ്ഞു നിന്ന കുറുനരികൾ ഓലിയിട്ട് സ്വാഗതം ചെയ്തു. കരിമ്പന ചുവടുകളിലൂടെ പാലമര ചുവടുകളിലൂടെ ചന്തു നടന്നു. ഭീതി തളം കെട്ടിയ നിശബ്ദതയിൽ ഇടിഞ്ഞു തകർന്ന ഭാർഗവി നിലയം തേടി. അകലെ കണ്ടു പഴകി ദ്രവിച്ച് കാടു കയറിയ മാളികപ്പുര. ചന്തു അങ്ങോട്ട് ചെന്നു. രക്തചാമുണ്ടേശ്വരി. ശൂലം മുറുകെ പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച ശേഷം ചന്തു മാളികപ്പുരയിലേക്ക് കാലെടുത്തു വച്ചു. പെട്ടെന്ന് എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടു. നിരവധി മുറികളുള്ള വീടായിരുന്നു അത്. ചിലന്തി വല കെട്ടിയ മുറികൾ മാറാല തട്ടി ഓരോ മുറിക്കകത്തും കടന്നു. ഒരു കൂറ്റൻ കടവാവൽ ചന്തുവിന്റെ തലയ്ക്ക് മീതെ ചിറകടിച്ചു പറന്നു. ചന്തു ഞെട്ടി പിന്നോക്കം മാറി. അതിന് പിന്നാലെ പല മുറികളിലും വാവലുകളുടെ ചിറകടി ഉയർന്നു. ഒരു നിമിഷം നിന്ന് ശങ്കിച്ചു. ഈ മാളികപ്പുരയിൽ എവിടെയാണ് അച്ഛൻ? ചന്തു കണ്ണു ചിമ്മി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉഗ്രശബ്ദത്തിൽ പറഞ്ഞു, പാതാളവാസികളെ, മഹാമാന്ത്രികൻ കാളിയാട്ട മാധവൻ പാതാളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലം കാണിച്ചു തരിക. ചന്തുവിന്റെ ശബ്ദത്തിൽ ആ പഴയ കെട്ടിടം വിറകൊണ്ടു. അതിന്റെ ശക്തിയിൽ മാളിക വീടിന്റെ ഒരു ഭാഗം ഭയങ്കര ശബ്ദത്തിൽ ഇടിഞ്ഞു വീണു. ചിലങ്കയുടെ നേർത്ത ശബ്ദമുയർന്നു. ചന്തു ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്നു. അടഞ്ഞ വാതിലിനകത്തു നിന്നാണ് ചിലങ്കൊലി മുഴങ്ങിയത്. അടുത്ത നിമിഷം വാതിൽ തുറക്കപ്പെട്ടു. ചന്തു അകത്തു കടന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ചന്തു നിന്നിരുന്ന നിലം പാതാളത്തിൽ പതിച്ചു. ചന്തു ചെന്നു വീണത് നിലവറയിൽ. അതിനകത്ത് ഒരു മൂലയിൽ ഇരിക്കുന്ന ആളെ തിരിച്ചറിഞ്ഞു. അച്ഛൻ. ചന്തു മന്ത്രിച്ചു. രണ്ടു കണ്ണുകളും നഷ്ടപ്പെട്ട് അഭിശബ്ദ ജന്മത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്നു കാളിയാട്ട മാധവൻ നായർ. ചന്തു അച്ഛന്റെ അടുത്തേക്ക് നടന്നെടുത്തു. പാദചലനം കേട്ട് മാധവൻ നായർ മുഖമുയർത്തി. വേണ്ട, കാളിയാട്ട മാധവനെ ദ്രോഹിക്കാൻ അടുക്കണ്ട. എന്റെ മകൻ ചന്തു വരും. അന്ന് നിന്നെയൊക്കെ അവൻ ഭസ്മമാക്കും. ചന്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കണ്ടമിടറി. ഒന്നും പറയാനാവാതെ അവൻ അച്ഛന്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. ആരാ? മാധവൻ നായർ ചോദിച്ചു. മാധവൻ നായരെ പിടിച്ചെഴുതി വെച്ചുകൊണ്ട് ചന്തു പറഞ്ഞു, അച്ഛാ, ഇത് ഞാനാണ്, ചന്തു. മോനെ. മാധവൻ നായരുടെ സന്തോഷത്തിന് അതിരുണ്ടായില്ല. അയാൾ മകനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. വരൂ അച്ഛാ. ചന്തു മാധവൻ നായരുടെ കൈ പിടിച്ചു. അടുത്ത നിമിഷം അവർ നിലവറയിൽ നിന്നും വായുവിൽ ഉയർന്ന് വീടിന് പുറത്തു കടന്നു. മോനെ, ദമ്പതി രക്ഷസിനെ തളച്ചുവോ? എന്നെ അന്ധനാക്കിയ ആ ദുഷ്ടശക്തികളെ? മാധവൻ നായർ ഉദ്യോഗത്തോടെ അന്വേഷിച്ചു. ഉവ്, എല്ലാം വിശദമായി തന്നെ പറയാം. ചന്തു അച്ഛന്റെ കൈയും പിടിച്ച് യക്ഷിപ്പറമ്പിൽ നിന്നും മടക്കയാത്ര തുടങ്ങി. ഇതേ സമയത്ത് മാടത്ത് തറവാടിന്റെ ഉമ്മറത്തിണ്ണയിൽ
പടിക്കിലേക്ക് നോക്കിയിരിക്കുകയാണ് ദേവു. അകലെ അവൾ കണ്ടു ചന്തുവിനെ. അതെ, ചന്തുവേട്ടൻ തിരിച്ചെത്തിയിരിക്കുന്നു. അച്ഛാ, ചന്തുവേട്ടൻ വന്നു. ദേവു അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. മൂപ്പിൽ നായർ ഉമ്മറത്തേക്ക് വന്നു. അയാൾ കണ്ടു ചന്തുവിനെയും മാധവൻ നായരെയും. മൂപ്പിൽ നായരുടെ കണ്ണുകൾ ചെറുതായി. വാ മോളെ. അയാൾ ദേവുവിന്റെ കൈ പിടിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. ചന്തു മൂപ്പിൽ നായരുടെ പാദങ്ങളിൽ വന്ദിച്ചു. ദമ്പതി രക്ഷസുകളെ ഒഴിപ്പിച്ചുവോ? മൂപ്പിൽ നായർ ചോദിച്ചു. ഉവ്, കണ്ടില്ലേ എന്റെ 2 കണ്ണും? മാധവൻ നായർ ഇടയ്ക്ക് കയറി വിങ്ങിപ്പൊട്ടി. മാധവ, ചില നിമിത്തങ്ങൾക്ക് നിനക്ക് ഈ വിധം തോന്നി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചന്തു ചോദിച്ചു. മാടത്ത് തറവാടിന്റെ മറ്റൊരു ചരിത്ര മുഹൂർത്തം ഇവിടെ നടക്കാൻ പോവുകയാണ്. മൂപ്പിൽ നായർ അങ്ങനെ പറഞ്ഞ് മകളുടെ നേർക്ക് തിരിഞ്ഞു. അവളുടെ നെറുകയിൽ തലോടി. ദേവൂട്ടി, അച്ഛന് പോകാൻ മുഹൂർത്തമായിക്കൊണ്ടിരിക്കുന്നു. ദേവു വിങ്ങിപ്പൊട്ടി. മാധവ, എനിക്കൊരാഗ്രഹമുണ്ട്. ഒരുപക്ഷെ അതും യോഗമാവാം. എന്റെ മകൾ ദേവുവിനെ ചന്തുവിനെ ഏൽപ്പിക്കണമെന്ന്. തീർച്ചയായും അത് എന്റെ മകന്റെ പുണ്യം. മാധവൻ നായർ ഗുരുവിനെ തൊഴുതു. മൂപ്പിൽ നായർ ദേവുവിന്റെ കൈ പിടിച്ച് ചന്തുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ മൂപ്പിൽ നായരുടെ പാദങ്ങളിൽ വന്ദിച്ചു. കൺമുമ്പിൽ പടർന്നു പന്തലിച്ച ആൽമരത്തിലേക്ക് മൂപ്പിൽ നായരുടെ കണ്ണുകൾ പതിഞ്ഞു. അതിന്റെ കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാവലുകൾ. മാടത്ത് തറവാടിന്റെ സുരക്ഷയ്ക്കും കിള്ളിമംഗലം മലമൂടിയ യഥാർത്ഥ തറവാടിന്റെ ശാപമോക്ഷത്തിനും പ്രാർത്ഥിച്ചു കഴിയുകയാണ് നൂറ്റാണ്ടുകളായി ആ കടവാവലുകൾ. മാടത്ത് തറവാട്ടിൽ അതാത് കാലത്ത് ജീവിച്ചു മരിച്ച മൂപ്പൽ സ്ഥാനികളായ കാരണവന്മാരാണ് അവയൊക്കെയും. എനിക്കും അവരോടൊപ്പം ചേരാൻ ഇതാ സമയമായി. മൂപ്പിൽ നായർ മാധവൻ നായരെ നോക്കിയിട്ട് ഇങ്ങനെ തുടർന്നു. 2 കണ്ണുകളും ഇനി എനിക്ക് എന്തിന്? നിന്നിലൂടെ എന്റെ കണ്ണുകൾ മരിക്കാതിരിക്കട്ടെ. അയാൾ മന്ത്രം ജപിച്ച് വലതുകൈ കൊണ്ട് സ്വന്തം കാഴ്ചശക്തി ആവാഹിച്ച് മാധവൻ നായരുടെ മിഴികളിലേക്ക് ഒഴിഞ്ഞു പകർന്നു. അടുത്ത നിമിഷം മാധവൻ നായർക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും മൂപ്പിൽ നായർ അന്ധനാവുകയും ചെയ്തു. എന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട പറയുന്നതോടെ മാടത്ത് തറവാടിന് പുതിയൊരു മൂപ്പിൽ സ്ഥാനം ഉണ്ടാവും. അത് ചന്തുവാണ്. ദേവിനെയും കുട്ടി ചന്തു ശാപമോഷം കിട്ടിയ മാടത്ത് തറവാട്ടിലേക്ക് മടങ്ങണം. താളിയോലക്കെട്ടും വെള്ളിച്ചെപ്പിലെ നാഗമാണിക്യവും കൊണ്ടുപോകാൻ മറക്കരുത്. മറുപടി പറയാനാവാതെ ചന്തു വിങ്ങിപ്പൊട്ടി. ആൽമരത്തിന് നേരെ തൊഴുത് മൂപ്പിൽ നായർ കണ്ണു ചിമ്മി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് മൂപ്പിൽ നായർ അഗ്നികുണ്ഡമായി. അഗ്നിയിൽ നിന്നും മൂപ്പിൽ നായരുടെ ആത്മാവ് കടവാവലായി ചിറകടിച്ചുയർന്നു. ഈ സമയത്ത് അഗ്നികുണ്ഡം അപ്രത്യക്ഷമായി. ചേതനയറ്റ ശരീരം പോലുമില്ല. സാവധാനം ആൽമരക്കൊമ്പിലേക്ക് പറക്കുന്ന വാവലിനെ നോക്കി അവർ തൊഴുതു. കടവാവൽ മറ്റു വാവലുകളോടൊപ്പം കൊമ്പിൽ തൂങ്ങിക്കിടുന്ന ഉടനെ വാവലുകളൊക്കെയും ചിറകടിച്ചുയർന്നു. 100 കണക്കിന് വാവലുകൾ ഒന്നിൽ മൂപ്പിൽ നായരുടെ ആത്മാവുമുണ്ട്. ആൽക്കൊമ്പുകൾ ശൂന്യം. ചന്തു ദേവുവിന്റെ കൈ പിടിച്ചു. അവർ മാധവൻ നായരുടെ പാദങ്ങളിൽ വന്ദിച്ചു. അയാൾ ചന്തുവിന്റെയും ദേവുവിന്റെയും കൈ പിടിച്ച് മാടത്ത് തറവാട്ടിലേക്ക് നടന്നു, പുതിയൊരു ജീവിതത്തിന്റെ തുടക്കത്തിന്. ഇതോടുകൂടി ഈ നോവൽ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വിമർശനങ്ങളും. മറ്റൊരു പുതിയ നോവലുമായി നാളെ കാണാം. നന്ദി.